ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ അടൂര് ചന്ത മീൻ ചന്തയിൽ പോയിട്ട് കാറേന്ന് ഇറങ്ങത്ത് പോലില്ല, കാറായിരുന്നോണ്ടാ അത് ഡിക്കിയിലോട്ട് ഇട്ടേക്കാൻ ഇറങ്ങാൻ പോലും ഇറച്ചിക്കട ചെന്ന് കുറേ ഇത് മുഴുവൻ അറിഞ്ഞ് പിടിച്ച് അയലത്തുകാർക്ക് പോലും കൊടുക്കാതെ വെട്ടി അറിഞ്ഞ് ഇത് ഫ്രിഡ്ജിനകത്ത് കയറ്റി കൂടെ കൂടെ അവിച്ച് കഴിച്ച് അന്ത്യാകുമ്പോൾ നല്ല പെരുക്ക് വെച്ച് ഇതെല്ലാം കൂടെ അടിച്ച് തിന്ന് ഈ നെയ്യെല്ലാം കൂടെ വന്ന് മുറ്റി രാവിലെ എഴുന്നേക്കാനും മേലെ സ്വോത്രം പറയാനും മേല ഒരു സ്വോത്രഗീതം പോലും പാടാതിരിക്കുമ്പോൾ മറ്റവൻ ദേശം മുഴുവൻ ബന്ധിക്കുക, സാത്താന്യ നാമങ്ങളും കൊണ്ട് ഉച്ചരിച്ച് അന്തരീക്ഷം മുഴുവൻ മുഖരിതമാണ്. നമ്മൾ എന്നിട്ട് ഒരു 7:15 ആ പയ്യ മനമേ പക്ഷി ഗണങ്ങൾ പക്ഷി നിങ്ങളെ ചിരിച്ചു കളയാനല്ലേ പറഞ്ഞത്, ഇതിനകത്തൊരു ആത്മീക പാഠം. അന്തരീക്ഷം മുഴുവൻ ദുഷ്ടശക്തി വ്യാപരിക്കുക. ഇതിന് നടുവിൽ ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റത് മുടങ്കാലി മേലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ഇതിന്റെ മേൽ ജയമെടുക്കണം. ഇവർ രാവിലെ വൈകിട്ടും മന്ത്രം ചൊല്ലുന്നു, അത് 40 ദിവസം ചൊല്ലി, അത് മുടങ്ങാതെ ചൊല്ലി. വേറൊരു മാറ്റമുണ്ട്, എല്ലാരും കേക്ക ചൊല്ലി. 11 ജീവിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനൊത്തില്ല, അത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ടിഷ്. അപ്പൊ ഇത് കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെ നോക്കും വീഡിയോക്കാരന്. അങ്ങനെയൊക്കെ ഇതെല്ലാം ഓരോ മോഡേണിസമായി. ഞാൻ എതിര് പറഞ്ഞതല്ല, പക്ഷെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പം അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് 10 മിനിറ്റ് ഇരുന്ന് സന്തോഷകരമായി സംസാരിച്ച് സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുമായി ഒന്ന് സഹകരിച്ച കവളത്ത്, അമ്മയുടെ കവളത്ത്, അപ്പച്ചൻ്റെ കവളത്ത് 2 ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ അത്ര നേരത്തെ അവർ പോകുകയല്ലായിരുന്നു. ചില വീടുകളിലെ ആൺപിള്ളേർ പ്രായമായ അമ്മയും മോനും ഒരു ഗ്രൂപ്പാണ്. ചില വീട്ടിൽ അപ്പനും മോളും ഒരു ഗ്രൂപ്പാണ്. ആൺപിള്ളേർ പ്രായമായി കഴിയുമ്പോൾ എല്ലായിടത്തും അല്ലെങ്കിലും ചിലത് അമ്മ പറയും നീ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് പോവാ. ഉടനെ അവൻ പറയും പപ്പ അവിടെ ഇരിക്കുന്നത്, അതവിടെ എങ്ങാനും ഇരുന്നുള്ളൂ നിന്നോട് പറയുന്ന കാര്യം. ആൺപിള്ളേർ അങ്ങനെ തന്നെയല്ല. ഇപ്പം അമേരിക്ക എന്നോ കാനഡയെന്നോ ഗൾഫിൽ നിന്ന് എല്ലാവരും അല്ല. ഫോൺ ചെയ്താലും ആദ്യം അപ്പനാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാ സാൻകുട്ടി സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, മമ്മിയുടെയിലോട്ട് കൊടുത്താട്ടെ. ഉടനെ തന്നെ മോനെ എന്തുകൊണ്ട്. പിന്നെ ഒരു 3/4 മണിക്കൂർ അമ്മയും മോനുമാ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്തുവാടിയാ ഉണ്ടാവില്ല. ഞാൻ പിന്നെ പുള്ളി എന്തുവാ ഒന്നെങ്കിൽ ഫോണുമായിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് പോകും, ഇല്ല അടുക്കള തുറന്ന് അതിലേ അങ്ങ് പോകും. പുള്ളി അവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. എല്ലാവരുടെയും കാര്യമല്ല. തിരിച്ചു വന്നു കഴിയുമ്പം അപ്പം ചോദിക്കും എന്തുവാടി ഇത്ര നേരം. അവനെ എന്തോ പറയാനാ, നിങ്ങൾ ഉണ്ടായി പണങ്ങാൻ പറഞ്ഞതല്ല, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ അങ്ങനല്ലെന്ന്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? ഇതെല്ലാം ഒന്നുകൂടെ ഇണക്കി വരട്ടെ. വെളിയിലിരിക്കുന്നവർക്കും അകത്തോട്ടിരിക്കുക, ഇവിടെ കസേരയുണ്ട്, വന്നാട്ടെ പ്ലീസ്. ഇനി കയറിപ്പോരും, കുഴപ്പമൊന്നുമില്ല. ഇനി ആരാന്നുള്ളതാ നിങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുന്നത്, അതൊക്കെ അതിൻ്റെ പരുവത്തിന് വന്നോളൂ. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ എതിർത്ത് നിന്നില്ലെങ്കിലോ? അതാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ പ്രധാനമായ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ. നിങ്ങൾക്കറിയാം, ഒന്ന് റോമാലേഖനം, 2 യാക്കോബിന്റെ ലേഖനം. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെയാണ് ഈ 2 ലേഖനങ്ങൾ. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാ റെയിൽവേ പാളം പോലെ സമാന്തരമായിട്ട് പോവുക. അതെന്താ ഈ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ എന്ന് പറയാൻ കാരണം, 2 ലേഖനത്തിലും ലേഖനകർത്താക്കൾ 2 വിഷയം അരക്കിട്ടുറപ്പിക്കുക. നിങ്ങൾക്കറിയാം, റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം എല്ലാം വിശ്വാസത്താൽ സംഭവിക്കുന്നു. രക്ഷ, വീണ്ടെടുപ്പ്, തിരഞ്ഞെടുപ്പ്, നിലനിൽപ്പ്, മുൻപോട്ടുള്ള ജീവിതം, വിശ്വാസ ജീവിതം, മാർഗം എല്ലാം വിശ്വാസത്താല. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ പ്രവചന സൂക്തം എടുത്ത് പൗലോസ് ആ കാര്യം അരക്കിട്ടുറപ്പിക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്യം കോട്ട് ചെയ്ത് പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണം അരക്കിട്ടുറപ്പിക്കുന്നു. വിശ്വാസം കൂടാതെ ഒന്നും നടക്കുകയല്ല. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. എന്നാൽ യാക്കോബ് പറയുന്നത് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും അത്യാവശ്യമാണ്. അതിന് ദൃഷ്ടാന്തമായിട്ട് പല കാര്യങ്ങൾ തെളിവ് നിരത്തിയാണ് യാക്കോബ് ആ വിഷയം സ്ഥാപിക്കുന്നത്. രാഘാവിന്റെ കാര്യം, അബ്രഹാമിന്റെ കാര്യം, ഇതെല്ലാം തെളിവ് നിരത്തി യാക്കോബ് അത് സ്ഥാപിച്ചെടുക്കുന്നു. അപ്പോൾ വേറെ വിഷയം, അയവിറക്കുന്ന പഠിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, ചിലരുടെ ഇടയിൽ ഒരു ചിന്ത ഭാരമുണ്ട്. യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല, പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന ചിലരുടെ ഒരു ചിന്ത, പഠനം. എന്നാൽ നിങ്ങൾക്കറിയാം, ഇത് വായിച്ച് ധ്യാനിക്കുന്ന ദൈവദാസിദാസന്മാർക്കറിയാം, യാക്കോബിന്റെ ലേഖനം ആഴമായി നമ്മൾ പഠിച്ചാൽ ഇതുപോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു അപ്പോസ്തലൻ ഉണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം യാക്കോബ് 3 വിധത്തിലുള്ള രക്ഷയ്ക്ക് ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട്. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. ഈ 3 രക്ഷയെ പറ്റിയും യാക്കോബ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് 3ഉം അത്യാവശ്യമാണ്. അതിലേറ്റവും പ്രാധാന്യം ആത്മരക്ഷയും. ഈ 3 രക്ഷയെ പറ്റി 3 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കുന്നത് നല്ലതാണ്. എല്ലാ അറിവുള്ള വാക്യമാ. ഞാൻ നിങ്ങളെ പുതിയതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ ഞാൻ പഠിപ്പിക്കുകയല്ല, ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കുക. അതാ. അപ്പം അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഇത് പണ്ട് ഞാൻ പഠിച്ചതാ, ഇപ്പോഴാ ഒന്നുകൂടെ ഓർത്തത്. അതിനാ, അല്ല പഠിപ്പിക്കുകയല്ല. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചേച്ചിരിക്കുകയും ചെയ്യുക. അപ്പം അതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല, നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 3 രക്ഷ: 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും ക്രമത്താലെ വായിച്ച് സഹായിച്ചാട്ടെ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പോൾ അവിടെ ആത്മരക്ഷ എന്ന
പദമാണ് കാണുന്നത്. ഒന്നുകൂടെ വായിച്ചോ സഹോദരി. 21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ. അപ്പോൾ അവിടെ ആത്മരക്ഷ. ഏതായാലും അടുത്തിരിക്കുന്ന ദൈവദാസി മൈക്ക് പിടിച്ചു കൊടുക്കുന്നത് വളരെ അഭിനന്ദനീയമായിട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതൊരു ശുശ്രൂഷക, നന്നായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണ്ട, വാക്യം പറയുമ്പോ അല്ല കൈ കഴിക്കും. അപ്പോൾ ആത്മരക്ഷ, നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ. ഒരു കാര്യം ഇത് ദൈവദാസൻ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു, വൈകിട്ട് പൊതുയോഗവും കൂടെ ആയിട്ടാണ്. തന്നെയല്ല, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മ കാണുന്ന ചിലരുണ്ട്. അപ്പൊ അവർക്കൂടെ പ്രയോജനം വരട്ടെ എന്ന് പറഞ്ഞാൽ, നാം എല്ലാം സിംഹഭാഗം ആൾക്കാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ബന്ധപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നവരാ. ഈ അനുഭവത്തിൽ വരാത്ത ആരെങ്കിലും ദൂരത്തിരുന്നോ ഇതിന് ശേഷമായിട്ട് ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിൽ അവർക്കും കൂടെ പ്രയോജനമാകത്ത വിധത്തിൽ ഓടിച്ചു പറയാ, ആത്മരക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ആ നാമം എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുടങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്താൽ പാപമോചനം, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികൾ സൗഖ്യമാക്കും. മരണകരമായി ആരെന്ന് ഞാൻ പറയാണ്ട്, കുടിച്ചാലും കടിച്ചാലും നിനക്ക് കാര്യം വരികയില്ല. ഈ നാമം വിശുദ്ധ നാമമാണ്. ഈ നാമം പരിമള നാമമാണ്. ഈ നാമം സകല മുടങ്കാലും മടങ്ങുന്ന നാമമാ. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാ. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, ഉദ്ധരിക്കുന്ന, രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന യേശുവിന്റെ നാമം. Praise the Lord. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആത്മരക്ഷ യേശുവിൽ കൂടി മാത്രം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ ഒന്നും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്തോ ചൊല്ലിയോ ചൊലുത്തിയോ കാണിച്ചോ എടുത്തോ അത് നടക്കുകയില്ല. ഞാൻ ഈ മരണ വീടുകളിലൊക്കെ പോകുമ്പം അവസരം കിട്ടുകയാണെങ്കിൽ, കാരണം ഇപ്പൊ അങ്ങനെ അവസരം കിട്ടാറില്ല, ആരുടെയും കുഴപ്പമല്ല, 1 മിനിറ്റൊക്കെ അത് ആരുടെയും കുറ്റം, അതെങ്കിലും തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പം അവസരം കിട്ടുകയാണെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം ആ കവളെ 2 ഉമ്മ കൊടുക്കാൻ 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കും. നിങ്ങൾ ഇഷ്ടമുണ്ടെ ചോദിച്ചാൽ മതി. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലത്തുമില്ല, അന്വേഷിക്കുകയില്ല, മിണ്ടുകയില്ല, മൃങ്ങലിക്കുകയില്ല. അവരെ കടന്നു പോയി കഴിയുമ്പം തണുത്ത് മരച്ചിരിക്കുന്നതിനകത്ത് ഉമ്മ കൊടുക്കുക വന്ന്. ഞങ്ങൾ ശുശ്രൂഷകരും പറയും, ഇനി അന്ത്യചുംബനം കൊടുക്കാനുള്ള സമയമാണ്. അതൊരു കീഴ്വഴക്കമാ. ഇപ്പോൾ അന്ന് ചുംബനത്തിനുമൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. കാരണം ടിഷ്യൂ ഇട്ട് അതിൻ്റെ പുറത്താ. അതാ ജീവിച്ചിരുന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനൊത്തില്ല, അത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ടിഷ്യൂ. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും വീഡിയോക്കാരന്. അങ്ങനെയൊക്കെ ഇതെല്ലാം ഓരോ മോഡേണിസമായി. ഞാൻ എതിര് പറഞ്ഞതല്ല. പക്ഷെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പം അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് 10 മിനിറ്റ് ഇരുന്ന് സന്തോഷകരമായി സംസാരിച്ച്, സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുമായി ഒന്ന് സഹകരിച്ച കവളത്ത്, അമ്മയുടെ കവളത്ത്, അപ്പച്ചൻ്റെ കവളത്ത് 2 ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ അത്ര നേരത്തെ അവർ പോകുകയല്ലായിരുന്നു. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ അടൂർ ചന്ത മീൻ ചന്തയിൽ പോയിട്ട് കാറയിൽ നിന്ന് ഇറങ്ങത്ത് പോലില്ല. കാറായിരുന്നോണ്ടാ അത് ഡിക്കിയിലോട്ട് ഇട്ടേക്കാൻ ഇറങ്ങാൻ പോലും. ഇറച്ചിക്കട ചെന്ന് കുറേ ഇത് മുഴുവൻ അറിഞ്ഞ് പിടിച്ച് അയലത്തുകാർക്ക് പോലും കൊടുക്കാതെ വെട്ടി അറിഞ്ഞ് ഇത് ഫ്രിഡ്ജിനകത്ത് കയറ്റി കൂടെ അവിച്ചവിച്ച് കഴിച്ച് അന്ത്യാകുമ്പോൾ നല്ല പെരുക്ക് വെച്ച് ഇതെല്ലാം കൂടെ അടിച്ച് തിന്ന് ഈ നെയ്യെല്ലാം കൂടെ വന്ന് മുറ്റി രാവിലെ എഴുന്നേക്കാനും മേലെ സ്വോത്രം പറയാനും
മേല ഒരു സ്തോത്രഗീതം പോലും പാടാതിരിക്കുമ്പോൾ മറ്റവൻ ദേശം മുഴുവൻ ബന്ധിക്കുക. സാത്താന്യ നാമങ്ങൾ അങ്ങോട്ട് ഉച്ചരിച്ച് അന്തരീക്ഷം മുഴുവൻ മുഖരിതമാ. നമ്മൾ എന്നിട്ട് ഒരു 7:15 ആ പയ്യ മനമേ പക്ഷി ഗണങ്ങൾ പക്ഷി നിങ്ങളെ ചിരിച്ചു കളയാനല്ലേ പറഞ്ഞത്. ഇതിനകത്തൊരു ആത്മീക പാഠം. അന്തരീക്ഷം മുഴുവൻ ദുഷ്ടശക്തി വ്യാപരിക്കുക. ഇതിന് നടുവിൽ ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റ് മുടങ്കാലി മേലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ഇതിന്റെ മേൽ ജയമെടുക്കണം. ഇവർ രാവിലെ വൈകിട്ടും മന്ത്രം ചൊല്ലുന്നു. അത് 40 ദിവസം ചൊല്ലി, അത് മുടങ്ങാതെ ചൊല്ലി. വേറൊരു മാറ്റമുണ്ട്, എല്ലാരും കേക്ക ചൊല്ലി. 11 പലതും മനോവേദനപ്പെട്ടാ പോയേക്കുന്നത്. സ്തോത്രം. ആട്ടെ, ഇടയ്ക്ക് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പം ഒരു പൂ കൊണ്ട് അപ്പച്ചൻ്റെ കൊടുക്കുകയായിരുന്നേ. അപ്പച്ചൻ ആ പൂ ഇടയ്ക്കിടയ്ക്ക് മണപ്പിക്കുക. അതിന് വലിയ വിലയില്ല. ഒരു റോസാപ്പ് ഒന്ന് മതി. ഏഴംകുളത്തോ അടൂരോ ഒക്കെ പൂക്കട ഉണ്ടല്ലോ. ഇങ്ങോട്ട് അപ്പച്ചനെ കാണാൻ വരുമ്പോൾ ഒരു പൂ മേടിച്ച് വന്ന് ഒന്ന് കൊടുത്തിരുന്നേ അപ്പച്ചനത് മണക്കുകയും ചെയ്യും, കളയത്തുമില്ല. അമ്മയാന്നേലും അയ്യോ എൻ്റെ മോള് കൊണ്ട് തന്നതാ റോസാപ്പൂ, അല്ലെ എൻ്റെ മോൻ തന്നതാ, അത് കൂടെ കൂടെ മണപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഓരോ എതള് പൊഴിഞ്ഞാലും കളയുകയല്ല. ഒടുവിലൊരു തണ്ടായിരിക്കും, ആ തണ്ടാന്നേലും സൂക്ഷിച്ചു വെക്കും. അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ നീ നെഞ്ചത്ത് കൊണ്ടുവന്നുള്ള പൂവെല്ലാം വെച്ചിട്ട് ഒരു ഗുണവും പ്രയോജനമൊന്നുമില്ല. അതായിട്ടുള്ള വരവൊക്കെ ഒന്ന് കാണണം. ഇല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനതിന് എതിര് പറഞ്ഞതല്ല. നിങ്ങൾ വെക്കുന്നവർ വെച്ചോ, എന്തേലും ചെയ്യെങ്കിലും ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പൊ ഇത് എടുത്ത് മാറ്റാൻ തന്നെ 2 പേരെ അപ്പുറം ഇപ്പുറം ചട്ടം കെട്ടി ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും വിലയുടെ പൂ കൊടുക്കണ്ടായിരുന്നു. ചെറിയ വില മതി. അത് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ തൃപ്തിയായേനും. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, ഉടക്കുണ്ടാക്കാനൊന്നും അല്ല. ആണ്ടെ നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ആത്മരക്ഷ അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അപ്പോൾ യാക്കോബ് ആത്മരക്ഷയെ പറ്റിയാണ് ഊന്നൽ കൊടുത്തത്. ആത്മരക്ഷ ക്രിസ്തുയേശുവിൽ കൂടി മാത്രം. ഇനി 2 പ്രാണരക്ഷ. 5-ാം അധ്യായത്തിന്റെ 18, 19, 20. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പോൾ ശരിക്കും പഠിച്ചാൽ അത് പ്രാണരക്ഷ. ഓ ചുമ്മാ അത് ഇവിടെ കൊടുക്കുക. അതാ എല്ലാരും അങ്ങോട്ട് നോക്കുന്നത്. ഞാൻ ഓർക്കാൻ ഇവരെന്നെ എല്ലാരും മോനെ അത് വേണ്ട, എല്ലാരും വേദപുസ്തകം എടുക്കട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ യോഗ്യം. പഴയ പാട്ട് വല്ലോ ഞാൻ പാടുകയാണ്, അറിയത്തില്ലെങ്കിൽ അതൊന്നിട്ട് കൊടുത്താൽ പഠിച്ചില്ലേലും നോക്കിയിരിക്കട്ടെ. ഇപ്പം വേദപുസ്തകം പറയുമ്പോൾ അത് നിങ്ങൾ വേദപുസ്തകം എടുത്ത് നോക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്നാ. എന്താ വെച്ചാൽ അതല്ലേ കുറച്ചുകൂടെ. ഞാനിപ്പം പ്രായമുള്ള ആളല്ലയോ, 70 വയസ്സില്ലേ? മൊത്തം പറയണ്ട, 70 ഉണ്ടല്ലോ കുറഞ്ഞത്. ആ മതി, അതല്ലേ കുറച്ചുകൂടെ. അതാണ് നല്ലത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പ്രാണരക്ഷ. സ്തോത്രം. നമ്മുടെ പ്രാണൻ രക്ഷപ്പെടണം. പ്രാണനെ തണുപ്പിക്കുന്നതാ ദൈവത്തിന്റെ വചനം. സ്തോത്രം. പ്രാണനെ തണുപ്പിക്കുന്നു, അത് ദൈവവചനമാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ പ്രാണന് തണുപ്പും ആ പ്രാണൻ രക്ഷപ്പെടുകയും ചെയ്യും. അത് ദൈവവചനത്താല. വിഷയമല്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ. ഈ 2 രക്ഷയും കരസ്ഥമാക്കി ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ഇത് 2ഉം അത്യാവശ്യമാണ്, പക്ഷെ അത് 2ഉം കൊണ്ട് ഈ ഭൂമി ജീവിക്കാൻ ഒക്കത്തില്ല. പിന്നെ 3ാമത് ദേഹരക്ഷ വേണം. ആത്മരക്ഷ യേശുക്രിസ്തുവിൽ കൂടി, പ്രാണരക്ഷ ദൈവത്തിന്റെ വചനത്താൽ. ഇത് 2ഉം കരസ്ഥമാക്കിയ ഒരു ജീവിതം
ഈ ശരീരത്തിൽ ഒക്കത്തില്ല. ഈ ശരീരത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നേ മരണം വരെ അല്ലെ കാകളധ്വനി വരെ ദേഹരക്ഷ ആവശ്യമാണ്. അപ്പോൾ ദേഹരക്ഷയെ പറ്റിയും യാക്കോബ് രേഖപ്പെടുത്തി 2:16. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അത് അത്യാവശ്യം ചെയ്തിരിക്കണം. ദേഹരക്ഷയ്ക്ക് സ്തോത്രം. ഈ ശരീരം, ഈ ദേഹത്തിനൊരു രക്ഷ വേണം. മഞ്ഞ്, വെയില്, ശീതം, ഉഷ്ണം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുണ്ട്, അതിൽ നിന്ന് രക്ഷ നേടണം. ഈ ശരീരത്തിന് ഭൗതിക ഭക്ഷണം ആവശ്യമാണ്. ദൈവം അതെല്ലാം ചെയ്തല്ലോ. സ്തോത്രം. ദൈവം അതെല്ലാം ചെയ്തു. പിന്നെ ഇവരെ ഈ കൊതി മൂത്ത് ചില കാര്യമൊക്കെ ചോദിച്ചു. നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നടത്താൻ ദൈവം വിശ്വസ്തനാ. പത്രോസിന്റെയൊക്കെ ഭാഷ പറഞ്ഞ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നടത്തി തരുവാൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ. പിന്നെ കണ്ടമാനം ഈ ആൾക്കാര് ഈ കൊതി കയറിയായി ഇപ്പം കൂടുതലും പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും കൊതിയാ. സങ്കീർത്തനത്തിൽ വായിക്കുന്ന അവരുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചെന്ന, വിശപ്പിനല്ല. പിന്നെയോ കൊതിക്ക്. വിശപ്പിനുള്ളത് ന്യായമായ കാര്യമാണ്. ഇത് വിശപ്പിനല്ല ചോദിച്ച, പിന്നെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, നമ്മൾ പെന്തിക്കോസുകാർ, സിംഹഭാഗം ആൾക്കാർ ഇപ്പം ഈ കൊതിച്ച് പ്രാർത്ഥിക്കുക. കൊതിയ ആവശ്യമല്ല വിഷയം, കൊതി. കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും, അവനെ ഇച്ചിരി മൂപ്പ. കാരണം അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇവർക്ക് കൊതിയ, ഭയങ്കര കൊതി. വിശപ്പിനായിരുന്നെങ്കിൽ ന്യായമാ, ഇത് വിശപ്പിനല്ല, കൊതിയ. നമ്മളിൽ ചിലര് പ്രാർത്ഥന ശ്രദ്ധിച്ച് എല്ലാം കൊതിയല്ലേ. അപ്പുറത്തുകാരൊരു 2 നില വീട് വെച്ചു ഉടനെ നമുക്കും കൊതിയാ, എങ്ങനെയും അതുപോലെ ഒരെണ്ണം വെക്കണം. എല്ലാവരുടെയും കാര്യമല്ല, അതിന് ഉപവാസവും പ്രാർത്ഥനയും പിന്നെ അങ്ങ് കൊതിയ. ചിലര് വീട്ടുകാരനെയും പള്ളു പറഞ്ഞങ്ങ് പറയും, എന്തിനിങ്ങനെ ഇരിക്കുന്നു, കൊതിയ. ചിലരുടെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശത്ത് ഞങ്ങൾ ലജ്ജിതരാകാൻ അങ്ങോട്ട് നോക്കിയാ, അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കിയ, അപ്പോ ഞങ്ങളെ മാനിക്കണമേ, ഹല്ലേലൂയ, കൊതിയ. ഞാൻ വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. കൊതിക്കാ ചോദിച്ചതെങ്കിലും ദൈവം കൊടുത്തു. പക്ഷെ സങ്കീർത്തനക്കാരൻ പിന്നത്തെ പറയാ, എങ്കിലും അവരുടെ കൊതിക്ക് മതി വന്നില്ല. മനുഷ്യ പ്രകൃതി അതാ, എത്ര കിട്ടിയിട്ടും. പൂന്താനം പണ്ട് ഒരു വരി എഴുതി, നിങ്ങൾ ചിലർക്കറിയാം, പഠിച്ചിട്ടുള്ളതാ. അർത്ഥം എത്ര വളരെയുണ്ടാകലും തൃപ്തിയാകാ മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ. നിങ്ങൾ കേട്ടിട്ടില്ലേ? പള്ളിക്കൂടത്തിൽ പഠിച്ചതാ. എനിക്ക് തോന്നി പട്ടാഴിമുക്കിൽ നിന്നോട്ട് പള്ളിക്കൂടമില്ലെന്നാ. ഉണ്ടായിരുന്നു. നിങ്ങളിപ്പം പറയാ പാസ്റ്ററെ പഠിച്ചതൊക്കെയാ, പക്ഷെ ഓർക്കുന്നില്ല. ആട്ടെ, അങ്ങനെ. അർത്ഥം പണം, അർത്ഥം എത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം. എത്ര കിട്ടിയാലും. എനിക്ക് ആത്മീക ലോകത്ത് ഒരു 33-34 കൊല്ലത്തെ പരിചയമേ ഉള്ളൂ. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരും പരിചിതരാ ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന മിക്ക ആൾക്കാരും. അച്ചായനും ഫ്രണ്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കും. അത് അച്ചായനെ ഇകഴ്ത്തിയല്ല, ബഹുമാനിച്ചു തന്നെ അങ്ങനെ എടുക്കാവുള്ളൂ. 70 വയസ്സ് കഴിഞ്ഞു. ഈ 70 വയസ്സ് കഴിഞ്ഞ ഈ പ്രായത്തിൽ ഇന്ന് വരെ ആരെങ്കിലും എപ്പോഴേലും എവിടെ വെച്ചേലും പറഞ്ഞു കേട്ടുണ്ടോ, അച്ഛാ എനിക്കിനി കാശ് മതി, 1 രൂപ പോലും വേണ്ടെന്ന് ആരേലും പറഞ്ഞതായിട്ട് വല്ല? അല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിലോട്ട് ഉടനെ പോകല, നമുക്ക് രണ്ടും കൂടെ ആ പുള്ളിയിട്ടൊക്കെ ഒന്ന് പോകണം, അതിനുവേണ്ടി പറഞ്ഞതാ. ഒരുത്തരും പറയല്ല.
ഇനി അഥവാ ചിലര് ഒരു ചേർച്ചയ്ക്ക് പറഞ്ഞാലും ഉള്ളിൽ നല്ല. മനുഷ്യന്റെ പ്രകൃതി അതാ. കാരണം നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, തൃപ്തിയാകുന്നില്ല. അപ്പോൾ അർത്ഥം എത്ര വളരുകയുണ്ടാകലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതി എന്ന്. 10 കിട്ടുമ്പോ പിന്നെ 100 ചെലവല്ലേ. 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം. 1000 പണം കയ്യിൽ വന്നാൽ അതുകൊണ്ടും തൃപ്തിയില്ല. എന്നിട്ട് പൂന്താനം പറഞ്ഞൊരു വരിയുണ്ട്, ആശയായുള്ള പാശമതിന്ന് വേർവിടാതെ കരേറുന്ന. ആശയാകുന്ന പാശം, നമുക്കൊരു പാട്ടുണ്ട്, ആശാപാശമാകും, അതും അറിയാൻ മേല. ആശാപാശം ആകും കുറ്റികൾ. പാട്ട് കേൾക്കുമ്പോൾ അറിയാം അടുത്ത് നീക്കാൻ താല്പര്യമൊന്നുമില്ലെന്ന്. വേണ്ട, മതി. അപ്പോൾ മനുഷ്യന്റെ ആശ. മഹാകവി സൈമൺ സാർ ഇതിനെ പറ്റി ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നത്, ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങലയിലും ഭയങ്കരം ആശ ചങ്ങല. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തളപ്പെങ്ങൾ നിൽക്കും ഏകത്രപത്തൻ. ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസിന്റെ നശ്വരതയും പാപകൃതിയും വിഷയഭോഗങ്ങളാൽ ഇല്ലോരു തൃപ്തി. അപ്പൊ ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തന്നെ ഭയങ്കരമാ, അതിലും ഭയാനകമാ ആശച്ചങ്ങല. ചങ്ങലത്തളപ്പിങ്കൽ നിൽക്കും ഏകത്രപത്തൻ. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കും എന്ന് പറഞ്ഞാൽ, എത്ര എടഞ്ഞ കൊമ്പനാന്നേലും പാപ്പാന്മാര് വന്ന് ആ ചങ്ങലക്കിട്ട് കൂച്ചുവലം കിട്ട് കഴിയുമ്പം ഇടഞ്ഞു നിൽക്കുകയാന്നേലും പിന്നെ പോകുകയല്ല. കൂച്ചുവലം കിട്ടിരിക്കുകയല്ലേ, അവിടെ നിന്നിങ്ങനെ ആടുമെന്നല്ലാതെ പോകുമ്പോ കേക്കെടുത്ത് ഇളകും. പക്ഷെ ചങ്ങല കെട്ടി നിൽക്കുക. ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കാൻ പോൽ. അപ്പോൾ ഇടഞ്ഞ് ആനെ ചങ്ങല കിട്ടാൻ നിൽക്കും. പക്ഷെ ആശച്ചങ്ങല, ചങ്ങലയിലും ഭയങ്കരമായ ആശച്ചങ്ങല. ഈ ആശച്ചങ്ങല അകത്തോട്ട് കയറിയാൽ ചങ്ങല തളപ്പിങ്കൽ നിൽക്കും ഏകത്രപത്തൻ ആന നിൽക്കും. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ. അളർക്കൻ പേപ്പട്ടി. അളർക്കൻ പേപ്പട്ടി എന്ന് പറഞ്ഞാൽ ഈ ആശച്ചങ്ങല അകത്തോട്ട് കയറി, ആശ അകത്തോട്ട് കയറിയ പേപ്പട്ടി നടക്കും പോലെ നടക്കും. പഴയ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും. പേ പിടിച്ച് നാ പോകുന്നത് വാല് താത്ത് നാക്ക് നീട്ടി ഇങ്ങനെ അങ്ങ് പോവുക. ലക്ഷ്യമൊന്നുമില്ല. ആരെ കണ്ടാലും കടിക്കും. ഒടുവിൽ എവിടെയെങ്കിലും ചെന്ന് തീരും. ഇതാണ് ആശ അകത്ത് കയറിയാൽ. അപ്പോൾ ദൈവമക്കൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ജയിക്കണം. അത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തിയാൽ. നമ്മുടെ ഈ ഉപവാസവും പ്രാർത്ഥനയും കാത്തിരിപ്പുമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളെ ദൈവത്തിന്റെ വചനപ്രകാരം ജയിക്കാനാണ്. അപ്പോൾ ദേഹരക്ഷ അത് അത്യാവശ്യമാണ്. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. രക്ഷയെപ്പറ്റി നന്നായിട്ട് യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. 3 രക്ഷയെപ്പറ്റി. അതെ, മടങ്ങി വരാം. നമുക്കറിയാം യാക്കോബിന്റെ ഈ ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ്. പെട്ടെന്ന് 5 അധ്യായത്തിൽ കൂടെ ഓടിച്ചെന്ന് കയറിയാൽ ഓരോ അധ്യായത്തിലും പ്രധാനമായിട്ട് ഓരോ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരീക്ഷയെ സംബന്ധിച്ച. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുത്ത് പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. എന്തിനാ? 3-ാം അധ്യായത്തിൽ പറഞ്ഞു ഇതൊക്കെ നല്ലതാ, പക്ഷെ നാവിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം. എന്നിട്ട് 4-ാം അധ്യായത്തിൽ പറയുക, എതിർത്ത് നിൽക്ക്, എന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നിട്ട് 5-ാം അധ്യായത്തിൽ പറഞ്ഞു എല്ലാറ്റിലുപരി ഇതെല്ലാം നമ്മൾ കാണിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഒക്കെ നിൽക്കുന്നത് കാര്യം യേശു പ്രത്യക്ഷപ്പെടാൻ പോവുക. ക്രമത്താലെ വായിച്ച 5 വാക്യം, 5 അധ്യായത്തിൽ നിന്ന് 5 വാക്യം വായിക്കണം. 1-ന്റെ 12, 2-ന്റെ 14, 3-ന്റെ 5,
4 മുമ്പേ വായിച്ച കുറുവാക്യം 7, 5:7. ഒന്നുകൂടെ പറയാ. 1 12, 2 14, 3 5, 4 7, 5 7. വായിച്ചാട്ടെ ക്രമത്താൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2:14. സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? എന്തോ ഉപകാരമാ. അതാണ് പ്രവർത്തിക്ക് ഊന്നൽ കൊടുത്ത് 2-ൽ 3-5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. അവൻ നാവിനെ നിയന്ത്രണം. അതാണ് 3. ഇനി 4-ന്റെ കുറുവാക്യം വായിച്ചല്ലോ. എതിർത്ത് നിൽക്ക്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇനി 5-7. എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉപരി നമ്മളിവിടെ കാത്തിരിക്കുന്നത്, നോക്കിയിരിക്കുന്നത്, ജാഗരിച്ചിരിക്കുന്നത് യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. മുൾക്കിരീടധാരിയായി കടന്നുപോയൻ പ്രിയനെ, മുൾക്കിരീടധാരിയായി കടന്നുപോയൻ പൊൻകിരീടധാരിയായിട്ടന്നു ഞാൻ കാണുമേ, പൊൻകിരീടധാരിയായിട്ടന്നു ഞാൻ കാണുമേ. എന്നു കാണും യേശുരാജനെ. കാലമായി പറന്നു പോവാൻ, കാലമായി രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാധിരാജൻ വരുന്നു പ്രിയരെ. എന്നു കാണും യേശുരാജനെ, എന്നു കാണും യേശുരാജൻ വന്നിടും തൻ ഭക്തന്മാരെ ചേർക്കുമാ. യേശുരാജൻ സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമായി, സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമായി. എന്നു കാണും, എന്നു കാണും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രത്യാശ യേശുവിന്റെ വീണ്ടും വരവാണ്. അതിന്റെ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് എടുത്ത വാക്യത്തോട് കൂട് പുലർത്തി ചില കാര്യങ്ങൾ ചിന്തിക്കണം. 1-ാം അധ്യായത്തിൽ പറയുക, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. പക്ഷെ ദൈവം ദോഷമൊന്നും വരുത്തുകയല്ല. അബ്രഹാമിനെയും ദൈവം പരീക്ഷിച്ചു. അബ്രഹാം ആ പരീക്ഷയിൽ ജയമെടുത്തു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ആ പരീക്ഷയെ അബ്രഹാം ജയിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ ദൈവം പറഞ്ഞത്, രാത്രിയിൽ നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെ തന്നെ തെറ്റരുത്. ഇഷ്മയേൽ ഉണ്ട് അവിടെ, അതുകൊണ്ടാണ്. ഉറക്കപ്പച്ചിന് കയറി ചെറുക്കനെ പിടിക്കുമ്പോൾ അവനെ കയറി പിടിക്കരുത്. ആരെയാ? ഇസ്മായിലിന്. അവനാണ് ഇച്ചിരി ആരോഗ്യമുണ്ട്, പിടിച്ചാലും പിടിക്കാനുണ്ട്. വേണേ സാറാമ്മ പറയാം, എന്നാ പിന്നെ അച്ഛാ അവനെ തന്നെ കണ്ടിക്ക്, മറ്റവനെ നമുക്ക് പിന്നെങ്ങാനും. പെണ്ണുങ്ങളില്ലയോ ചിലപ്പം എനിക്ക് പറയാൻ സാധ്യത. പിന്നെ ഇവനെ അങ്ങ് കണ്ടിക്ക്. ദൈവത്തിന് നമ്മളെ എല്ലാം നല്ലതുപോലെ, എനിക്ക് നിങ്ങളെ ചൊവ്വന അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെയും ചൊവ്വനെ അറിയാൻ പറ്റില്ല, പക്ഷെ എന്നെ നിങ്ങളെ നല്ലതുപോലെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നമ്പുരാൻ പറഞ്ഞത്, ഇസഹാക്കിനെ തന്നെ തെറ്റരുത്. അരുളപ്പാട് കേട്ട അബ്രഹാം അടങ്ങിക്കിടന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റെന്ന. നമ്മൾ എഴുന്നേക്കും, പക്ഷെ പൊങ്ങുകയല്ല. അബ്രഹാം അധികാലത്ത് തന്നെ എഴുന്നേറ്റ് കടുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെ എല്ലാം കൂടെ ക്രമപ്പെടുത്തി തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി വിറകും കത്തിയും ഒക്കെ എടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. ദൂരെ വെച്ച് സ്ഥലം കണ്ടു. അബ്രഹാം ഭാഗം നിങ്ങൾക്കറിയാം. ഉപദേശിമാരെല്ലാം ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഇതൊക്കെ പഠിച്ചായി കയറി വരുന്നത്. അബ്രഹാം ദൂരെ സ്ഥലം കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന്
ആരാധന കഴിച്ച് അത് വിശ്വാസത്താൽ പ്രഖ്യാപിച്ചതാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, പോകുമൊന്നും വേണ്ട. അതിന് കാരണം പറയാം, എന്നാൽ നിങ്ങൾ പൊക്കോ, ഒത്തങ്ങി നമുക്ക് കാണാം, അല്ലേ നമുക്ക് നിത്യതയെ വെച്ച്, അങ്ങനൊന്നുമല്ല പറയും. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാനും ചെറുക്കനും കൂടെ അവിടെ ചെല്ലും, ഞങ്ങൾ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് തിരിച്ച് വീട്ടിൽ പോകണം. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. സ്തോത്രം. വിശ്വാസത്താൽ ദൈവമക്കൾ വിശ്വാസത്താൽ അങ്ങ് പ്രഖ്യാപിക്കണം. എനിക്ക് ആംഗലേയ ഭാഷ ഒന്നും വശമില്ല, പിന്നെ വലിയൊരു ഒക്കെ പറഞ്ഞ് കേട്ട അതിനെന്തോ പറഞ്ഞത്, ഫെയ്ത്ത് ഡിക്ലറേഷൻ. തെറ്റിയോ? തെറ്റിയെന്ന് തോന്നുന്നു. വിശ്വാസ പ്രഖ്യാപനം. ദൈവമക്കൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഈ രോഗം ഞാൻ മരിക്കത്തില്ല, എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. ഈ കഷ്ടത എന്നെ തകർക്കാനല്ല, ദൈവശക്തി വെളിപ്പെടാനാ. ഈ പ്രശ്നം എന്നെ മുടിച്ചു കളയാനല്ല, ഞാൻ പൊന്നുപോലെ പുറത്തിറക്കാനാ. ഞാൻ മുടിഞ്ഞു പോകത്തില്ല, എന്റെ തലമുറയ്ക്ക് ദോഷം വരികയില്ല, എന്റെ കുടുംബം അധപ്പതിക്കത്തില്ല. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയാം, മടിയെ നടന്നു പോകുമ്പോൾ വിശ്വാസത്താൽ ചൂണ്ടി പ്രാർത്ഥിക്കണം, അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ അവരുടെ വീട് കണ്ട ചരിശം കയറി പോകുകയല്ല. പണിത് വെച്ചേക്കുന്നു. അല്ല, ചിലരങ്ങനെ അല്ലല്ല, യേശുവിന്റെ നാമത്തിൽ അവകാശം പറയണം, ദേശത്തെ കൈയടക്കണമെന്ന്. വിശ്വാസത്തിന്റെ വാക്കേ നാവിന്ന് വരാവൂ. സ്തോത്രം. ഞാൻ മിക്കപ്പോഴും പറയുന്നതാ, പണ്ട് പറഞ്ഞുള്ള അറിവാ. സൈമൺ സാറ് വർഷങ്ങൾക്ക് മുമ്പ് മേൽപ്പാടത്ത് ഒരു ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് പോവുക. അപ്പൊ സാറിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ശിഷ്യന്മാരുണ്ട്. അപ്പൊ കുട്ടനാടിനെ സംബന്ധിച്ചുള്ളവർക്ക് ഭൂപ്രകൃതി അറിയാം. ഈ വലിയ വരമ്പ്, കെട്ടുവരമ്പെന്നാ പറയുന്നത്, 100 വർഷം മുമ്പാ. അപ്പം വരമ്പിക്കൂടെ അങ്ങോട്ട് നടന്നു പോയപ്പം ഈ കറുകപ്പുല്ല് തട്ടി. കറുകപ്പുല്ല് നമ്മുടെ വീട്ടുപേര് കറുകെന്ന, അങ്ങനെ അതാ പാസ്റ്ററുടെയൊക്കെ വീട്ടുപേര് കറുകെന്ന. സ്തോത്രം. അതെ. അപ്പം കറുകപ്പുല്ലെന്ന് പറയും. സാറ് നടന്നു കൊണ്ടുമ്പോൾ കറുകപ്പുല്ല് ആദ്യമായിട്ട് ചെല്ലുക. കറുകപ്പുല്ല് തട്ടി ഇങ്ങനെ വീഴാൻ നേരത്ത് കൂടെയുള്ള ആള് പറഞ്ഞു, അയ്യോ സാറ് വീണെന്നു. അപ്പൊ പുള്ളി യുക്തിക്ക് മറുപടി പറയുന്ന ആളാ. പുള്ളിയാണ് പറഞ്ഞു, ചെറിയാൻ വീണതല്ല, ഞാൻ ദേശം കൈയടക്കുക എന്ന്. യഥാർത്ഥത്തിൽ വീഴാൻ പോയതാ, പുല്ലേ തട്ടി. മുന്നോട്ടാഞ്ഞപ്പം പറഞ്ഞു, അയ്യോ സാറ് വീണ്. ഇല്ല ചെറിയച്ച വീണ്, ഞാൻ ദേശം അടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു സഭ തുടങ്ങിയത്. സ്തോത്രം. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. വിശ്വാസം. സ്തോത്രം. അങ്ങോട്ട് സംസാരിച്ചേ. രണ്ട് വിശ്വാസം തമ്മിൽ കൂടിയാൽ വിശ്വാസത്തിന്റെ വാക്ക് പറ. ആരാധനയ്ക്ക് വരുമ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറ. എന്റെ ദൈവം എന്നെ വിടിവിക്കും, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ ദൈവം എന്നെ രക്ഷിക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിച്ച് തിരിച്ചു വരാന്ന്. വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് അതെല്ലാം അറിയാം. അപ്പനും മോനോട് അവിടെ ചെന്ന് യാഗപടമെല്ലാം അടുക്കി. സ്തോത്രം. ചെറുക്കൻ്റെ കൈയും കാലും എല്ലാം കെട്ടി യാഗപടത്തിൽ കിടത്തി. അപ്പൊ അതിനു മുമ്പ് ചോദിച്ചു, അപ്പച്ച യാഗത്തിനുള്ള മൃഗം? അപ്പനുടനെ വിശ്വാസമാണ് പറഞ്ഞു, മോനെ യഹോവ കരുതുമെന്ന് പറഞ്ഞു. സ്തോത്രം. യഹോവ കരുതിക്കോളൂ. ഇന്നത്തെ അപ്പൻ ഞാനും അത് തന്നെ ചിന്തിച്ചു കൊടുക്കുന്നത്. നീ മിണ്ടാതിരിക്കുക. നമ്മളെന്തെല്ലാം കാര്യങ്ങൾ പറയും. അബ്രഹാം പറഞ്ഞു യഹോവ കരുതും. എന്തിനേറെ യാഗപീഠത്തിൽ വെച്ച് ഇസഹാക്കിനെ, എൻ്റെ ഭാഷയെ കണ്ടിക്കാൻ കത്തിയെടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അവറാച്ച ബാലനെ കണ്ടിക്കരുത്. കാരണം അവറാച്ചൻ കത്തിയെടുത്തപ്പോൾ കർത്താവ് ഉടനെ, അങ്ങനെ എഴുതിയേക്കുന്നത്, ഉടനെ കത്തിയെടുത്തപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞു ബാലന്റെ മേൽ. കാരണം കത്തിയെടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇനി മിണ്ടാതിരുന്ന അവറാച്ചൻ കണ്ടിക്കും. കാരണം പൂർണ്ണ സമർപ്പണത്തിലായി നിൽക്കുന്നത്. ഞാനോ നിങ്ങളോ വന്ന ഇതൊക്കെ ചെയ്യും, കത്തി എടുത്തിച്ച് നമ്മൾ ആക്ഷൻ കാണിച്ച് നിൽക്കത്തുള്ളൂ, വെട്ടത്തൊന്നുമില്ല.
ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മളോട് അധികം ഒന്നും മിണ്ടാത്തതും ദൈവം. അബ്രഹാം കത്തി എടുത്തപ്പോൾ ഈ കർത്താവിന് മനസ്സിലായി കണ്ടിക്കും. ഇതിനെപ്പറ്റി തിരുവെടുത്ത് നിങ്ങൾക്കറിയാം എഴുതിയിരിക്കുന്നത്, ഇസഹാക്കും അബ്രഹാമും കൂടെ യാഗം കഴിക്കാൻ അങ്ങോട്ട് പോയപ്പം അബ്രഹാമിൻ്റെ അകത്തെ ചിന്ത, വിശ്വാസത്തിൻ്റെ ചിന്ത, ഞാൻ മോറിയാമലയിൽ ചെന്ന് എനിക്ക് ലഭിച്ച ദൈവം തന്ന അവകാശമായി തന്ന ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗമെടുത്ത് വെച്ച് മൂർച്ചകൊള്ള കത്തിയെടുത്തവനെ കണ്ടിക്കും, തുണ്ടം തുണ്ടമാക്കും, തീ കൊണ്ട് ഇവനെ ദഹിപ്പിക്കും. ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു ഹോമയാഗം ദഹിക്കുമെന്ന. ഈ 2 മണിക്കൂർ കൊണ്ട് ദഹിക്കും, ഞാൻ ഇട്ടേച്ച് പോകത്തില്ല, ആ ദഹനം തീരുന്നത് വരെ അവിടെ നിൽക്കും. അങ്ങനെ ദഹിച്ച് കഴിഞ്ഞ് ഒരു പിടി ചാമ്പല് ചാരം കാണും. പക്ഷേ ഞാൻ സേവിക്കുന്ന ദൈവം ഈ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാൻ വിശ്വസ്തനാ. അതാ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാ വിശ്വാസം. നമുക്കും വിശ്വാസം ഉണ്ടില്ലെന്നൊന്നും പറയാത്ത നമ്മുടെ വിശ്വാസം, ഞാൻ അവിടെ ചെന്ന് ഇസഹാക്കിന്റെ കയ്യും കാലും കെട്ടി യാഗമെടുത്ത് കത്തി എടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ വേറൊരു കൊച്ചനെ സമയത്ത് കൊണ്ട് തരും, ഇവനെ തട്ടി മാറ്റി വെച്ച് മറ്റവന്റെ കാര്യത്തിൽ ഞാൻ. ഇതാണ് നമുക്കും വിശ്വാസമുണ്ട്. നമ്മുടേതിന് കുഴപ്പമൊന്നും വരരുത്. വേറൊരുത്തൻ അവനെ കണ്ടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എനിക്ക് ചിലപ്പം മനോവേദനയും തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം ചിലരെ പറ്റി നമ്മൾ പറയുക, പിന്നെ അമ്മമ്മ അവിടുത്തെ ആ മേരിമാമ മരിച്ചു പോയി, ആ ചത്തോ, ഓ, എല്ലാവരുടെ അല്ല, ചിലര്. അതേസമയം ഇവരുടെ അനിയത്തിയോടെയോ ചേടത്തിയോടോ പിള്ളേരുടെ, അയ്യോ നമ്മുടെ ആ സൂസം മരിച്ചു, എൻ്റെ ദൈവമേ ഉണ്ടോ? മനുഷ്യന്റെ എല്ലാം പ്രകൃതി ഇതാ. അപ്പുറത്തെ വീട്ടിലൊരു അനർത്ഥമോ ആപത്തോ വന്നാൽ അത്ര വലിയ എല്ലാവരുടെയും കാര്യമല്ല. പക്ഷെ തിരുവചനം പഠിപ്പിക്കുന്നത് നിന്റെ വിഷയം പോലെ ഏറ്റെടുക്കണം. സ്തോത്രം. നമുക്കെല്ലാം ഈ സ്വാർത്ഥതയല്ലേ? അബ്രഹാമിന്റെ വിശ്വാസം, ഞാനിവനെ കണ്ടിച്ച് അവൻ തീ കത്തി ചാമ്പലായി ഒരു പിടി ചാരമായാൽ ആ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അത് പൗലോസ് ആ കാര്യം അങ്ങനെ തന്നെ തിട്ടമായിട്ട് പറഞ്ഞു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം തിരിച്ചു വന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ, 17 മുതൽ. ആ എബ്രായ ലേഖനം 11:17 മുതൽ അറിവുള്ള വാക്യമായെങ്കിലും ഉറക്കെ ഒന്ന് വായിച്ചു. 11:17 മുതൽ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് തെളിവില്ല. കത്തി എടുത്തപ്പോ കർത്താവ് ഇടപെട്ടു. ഉടനെ തന്നെ അബ്രഹാം തല പൊക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി അവിടെ കൊമ്പ് കുരുക്കപ്പെട്ട് കിടക്കുന്നു. ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് യാഗം കഴിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 22 പഠിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തെ പറ്റി ഈ പൗലോസ് ആത്മനിയോഗത്തിൽ എഴുതും പറയുക, അവൻ ദൈവം തമ്പുരാൻ ഈ സംഭവം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് അംഗീകരിച്ചു. കാരണം യാഗം കഴിക്കാൻ ചെന്നവന്റെ ഹൃദയവും മനസ്സും പ്രകൃതിയെല്ലാം കൂടെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി പൂർണ്ണ സമർപ്പണത്തോടെ നിൽക്കുക. അത് യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. അതുകൊണ്ട് ഇസഹാക്കിനെ അർപ്പിച്ചു. 2 പ്രാവശ്യമായിട്ട് നീ അർപ്പിച്ചെന്ന്. അടുത്ത വാക്യം, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. പിന്നെ എഴുതിയിരിക്കുക അർപ്പിച്ചെന്ന്. അവർ 2 സാക്ഷികളിൽ 2 വാചകത്തിൽ ഉറപ്പിക്കാമല്ലോ. ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഉൽപ്പത്തിയിൽ അങ്ങനെ ഇല്ല, പകരവാൻ ആട്ടിൻകുട്ടിയാ. പക്ഷെ ഈ സംഭവം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. കാരണം യാഗം കഴിക്കാൻ ചെന്നവന്റെ ഹൃദയവും മനസ്സും ദൈവം നോക്കി. അന്നേരം പൂർണ്ണ സമർപ്പണത്തിലാണ് നിൽക്കുന്നത്. ദൈവം അതാ നോക്കുന്നത്, ഹൃദയം. സ്തോത്രം ദൈവത്തിന് ഇഷ്ടമാ, ഹല്ലേലൂയ പറയുന്നതൊക്കെ ഇഷ്ടമാ. പക്ഷെ അത് എന്തോ ഉദ്ദേശത്തോടെ പറയുന്നെന്നുള്ളത് ആ ദൈവം, അതിനാ മാർക്ക്. ഇപ്പൊ ചില വിഷയം കേൾക്കുമ്പോ ചിലര് ലൂയ എന്ന് പറഞ്ഞാൽ അവനിട്ട് കൊടുക്കുക, കിട്ടുന്നുണ്ടോ, അതിന് മാർക്കില്ല, മിണ്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഉള്ളതുകൂടെ നിൽക്കുമെന്നാ തോന്നുന്നത്.
ഒരു പരുവത്തിനാ. ഉദ്ദേശം എന്താ? എന്തോ ആശയത്തിൽ, എന്തോ ചിന്ത, ഹൃദയം അങ്ങനെ. അതാ ദൈവം നോക്കുന്നത്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല ഹൃദയം വിവരിക്കുന്നില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണം. ഇസഹാക്കിനെ അർപ്പിച്ചു. ഇനിയും ഇസഹാക്കിനെ അബ്രഹാം യാഗം അർപ്പിച്ചപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനായിരുന്നെന്ന് അടുത്ത വാക്യം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നെണ്ണി. അങ്ങനെ ഇസഹാക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇസഹാക്കുമായിട്ട് അബ്രഹാം മോറിയാമല കയറുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ അവിടെ ചെന്ന് എന്റെ ചെറുക്കനെ യാഗം കഴിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ ഭജിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഞാൻ സേവിക്കുന്നത്. അതാ അബ്രഹാമിന്റെ വിശ്വാസം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം അടുത്തത് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ, അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിശദീകരിക്കണ്ട. കേൾക്കുമ്പോ അറിയാം, പഠിക്കുന്നവർക്കറിയാം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, ഇസഹാക്ക് ദഹിച്ചു, ചാമ്പലായി, ചാരത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചു വരുന്നത്. എബ്രായ ലേഖനക്കാരന് ആ ആശയത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, കണ്ടിച്ചു, കത്തിച്ചു, ചാമ്പലായി, ആ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഉയർപ്പിച്ചു. അതാ എഴുന്നേറ്റവനെ പോലെ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ച് വന്നത്. ഇതിനകത്തൊരു ആത്മീക പാഠവും കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. പരീക്ഷയെ ജയിച്ചു. ആത്മീക പാഠം നിങ്ങൾക്കറിയാം. ഈ പഴയ നിയമത്തിലെ പല സംഭവങ്ങൾ പ്രതിരൂപ സ്വരൂപങ്ങളാണ്, നെഴലും പൊരുളുമാണ്. അപ്പൊ നെഴലും പൊരുളുമായിട്ട് പഠിക്കുമ്പോൾ അബ്രഹാം പിതാവായ ദൈവത്തിന് നെഴലായിട്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്, അല്ലാതെ അബ്രഹാം പിതാവായ ദൈവത്തിന് നെഴലായിട്ട് മുഴുവൻ ഭാഗവും നമ്മൾ ചിന്തിച്ചാൽ പരുവക്കേടാകും. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അബ്രഹാം പിതാവായ ദൈവത്തിന് നെഴലും ഇസഹാക്ക് യേശുക്രിസ്തുവിന് നെഴലും അങ്ങനെയൊക്കെയാ സാധാരണ പഠിക്കുന്നത്. ഇസഹാക്കിന്റെ യാഗം ക്രിസ്തുവേശുവിന്റെ കാൽവറി മരണത്തിന് നിഴലായിട്ടൊക്കെയാ. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലൊന്ന് പഠിച്ചാൽ, ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം തിരിച്ചു വരുന്നത്. അങ്ങനെയെങ്കിലും ഒരു ചിന്ത പറയാം. നിങ്ങൾ അറിവുള്ളവരാ, നിങ്ങൾക്കറിയാം ഇസഹാക്കിന്റെ മരണം എത്രാം അധ്യായത്തിലാ? ഉൽപ്പത്തിയിലെ യോ യോ ഏതാ ഈ യാഗം കഴിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടായി പറയുന്നത്. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചില്ലേ? അത് എത്ര അധ്യായമാണ്? 22. അപ്പോൾ ഇസഹാക്ക് 22 മരിക്കുക, ഉയർത്തു. ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? നിങ്ങൾ ആരും പോയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. യോ ഉറക്കെ പറ മോനെ, മോന് നല്ല തിട്ടമുണ്ടല്ലോ, ഉറക്കെ പറഞ്ഞു. ശരിയാ, 24. അതിലും എനിക്ക് ആശ്വാസമായി. അപ്പൊ ഇസഹാക്കിന്റെ കല്യാണം 24. ഒരു ചിന്ത പറയാം. ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം ഇങ്ങോട്ട് പോരുന്നത്. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. തിരുവചനത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇസഹാക്ക് ഈ വിധത്തിൽ പഠിച്ചാൽ മരിച്ചു. ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം വീട്ടിലോട്ട് വരുന്നത്. അബ്രഹാം വീട്ടിലോട്ട് വരുമ്പോ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. റിബേക്ക ജനിച്ചെന്ന്. നിങ്ങൾ ആ
2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഖണ്ഡിക ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ അനന്തരം മിൽക്കയും നിന്റെ സഹോദരനാകുന്ന നാഗോറിന്റെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം അബ്രഹാമിന് കേട്ട വർത്തമാനം. അനന്തരം നിന്റെ സഹോദരനാകുന്ന നാഗോറിന് മിൽക്ക മക്കളെ പ്രസവിച്ചുവെന്ന് വാർത്ത കേട്ടു. അടുത്തത് അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദിജാത നൂസും പിന്നെ ബൂസും അരാമിന്റെ പിതാവായ കെമൂവേല്, പിന്നെ ഹൂസ, പിൽദാഷ്, ഇദ്ലാഫ്, ബെതുവേൽ, റിബേക്കയെ ജനിപ്പിച്ചു. ബെതുവേൽ റിബേക്കായെ ജനിപ്പിച്ചു. മതി. ഉയർത്തെഴുന്നേറ്റ് ഇസഹാക്കുമായിട്ട് അബ്രഹാം വരുമ്പോൾ കേൾക്കുന്ന നല്ല വാർത്ത റിബേക്ക ജനിച്ചെന്ന. ആ റിബേക്കയെ ആണല്ലോ 24 ഇസഹാക്ക് വിവാഹം കഴിക്കുന്നത്. വേണേ ഇങ്ങനൊരു പാഠം അങ്ങ് തരിക. പ്രത്യാശ ഉള്ളവർക്ക് സന്തോഷമാണ്. 22 ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു. തിരിച്ചു വന്നപ്പോ കേട്ട വാർത്ത റിബേക്ക ജനിച്ചു. കാൽവറിയിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3 ഉയർത്തു. അധികം താമസിക്കാതെ കർത്താവ് വേളി കഴിപ്പാനുള്ള സഭ മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് വന്ന് സഭ ഉടലെടുത്തു. സ്തോത്രം. പിന്നെ 23-ാം അധ്യായം കഴിഞ്ഞ ഉടനെ 24 കല്യാണമായി ഇസഹാക്കിന്റെ. ഇതിനകത്തെ ആത്മീക പാഠം ഇത്രയേ ഉള്ളൂ. അധികം താമസിക്കാതെ യേശു തിരുസഭയെ ചേർക്കും. 23-ൽ ഒരു ദുഃഖകരമായ അവസ്ഥ ഇത്രേ ഉള്ളൂ. സാറായുടെ മരണം. അതാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നതെല്ലാം ദുഃഖകരമായ വാർത്തകളാണ്, ഇല്ലേ? കേൾക്കുന്നതല്ല. ഇപ്പൊ പിന്നെ വെടിനിർത്തി അവരെ കുറച്ചു പേരെയൊക്കെ മോചിപ്പിച്ചു. അതൊന്നും അത്ര വിശ്വസിക്കാനൊന്നും ഒക്കത്തില്ല. ഇനിയും അതിന്റെ ഇരട്ടി ശക്തിയോടെ കേൾക്കുന്നതെല്ലാം ദുഃഖമാണ്. ഇന്ന് പേപ്പറിലുണ്ടായിരുന്നു, ഏതോ ഒരു സഹോദരി വന്ന് പാടുക, കൊച്ചുങ്ങളെല്ലാം കൂടെ ചെന്ന് ഇടിയുണ്ടാക്കി 4 ഇല്ലേ? ഇവിടെ ന്യൂസ് പേപ്പറൊന്നും വരുന്നില്ലേ? ഞാൻ അത്രയും തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് 62 പേർക്ക് പരിക്ക്, ചിലരുടെ നില ഗുരുതരം. അതിനു മുമ്പ് ഒരു നശൂലം പിടിച്ചവൻ ബോംബ് പൊട്ടിച്ചു, അല്ലേ? അതങ്ങനെ കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള വാർത്തകളാണ്. ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോൾ, നിങ്ങൾ വായിച്ചു നിർത്തില്ല, ഒരു സഹോദരി ഒറ്റിടി ഭർത്താവിനെ ഇടിച്ചു കൊന്ന് മൂക്കുംപട്ടയ്ക്ക്. അവിടെ പേര് രേണുക. സൂക്ഷിച്ചൊക്കെ ജീവിച്ചോണം എല്ലാവരും. അവളെ ദുബായിക്ക് കൊണ്ടുപോയില്ലെന്ന്. ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കണോ എല്ലാവരെയും? ദുബായിക്കോ കൊടൈക്കനാലിലോ എവിടോട്ടേലും ഇന്നോടത്തോട്ട് പോകണം അച്ഛാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നീ ഇടംബലം നോക്കരുത്. അന്നേരം ഇല്ലേ മൂക്കാൻ പട്ടം നോക്കി ഇടിച്ച്. അല്ല, കേൾക്കുന്ന വാർത്തയെല്ലാം ദുഃഖകരമാണ്, മനോവേദനയാണ്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം വന്നപ്പോ കേട്ടത് റിബേക്ക ജനിച്ചു. പിന്നെ ഒരൊറ്റ അധ്യായമുള്ളൂ, അത് ദുഃഖമാണ്. സാറ മരിച്ചു. അടുത്ത അധ്യായത്തിൽ ഇസഹാക്കിന്റെ കല്യാണമാണ്. നമ്മുടെ കർത്താവ് കാൽവറിയിൽ മരിച്ചു, ഉയർത്തു, സഭ ആരംഭിച്ചു. 23-ലെ സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിപ്പാൻ കർത്താവ് വരും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറഞ്ഞ ഫലം ഭാഗ്യകരമായ പ്രത്യാശ. സകല മനുഷ്യൻ രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോട് നീതിയോട് ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും.
ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം ഇനി ആ ഭാഗം വിവരിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലർ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പറയും കുഴപ്പമില്ല, പക്ഷേ പുള്ളി ആ വായിച്ച വാക്യവുമായിട്ട് ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. അല്ലേലും നിങ്ങൾ പറയും എന്തേലും. എന്നാലും നമുക്ക് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ആ 1, 2, 3 എല്ലാം അങ്ങ് വിടുക. 4-7 ആണല്ലോ നമ്മൾ വായിച്ചത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ശ്രദ്ധിക്കുക, എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത്, ആത്മീയരായ ചിലര്, ഈ ശാസിച്ച ഉടനെ ഇവൻ പോവുമെന്ന, കൈയെല്ലാം ഇറുക്കി പിടിച്ച് മുഖമെല്ലാം വലിച്ചു പിടിച്ച് ഉറക്കെ 5-6 ആട്ടാട്ടുമ്പം ഷാജ് പോവുമെന്ന ചിലരുടെ. പിന്നെ ചിലര് പലശിക്കുന്ന കേട്ടാൽ നമുക്ക് പേടിയും വരും. അതങ്ങനെ ഇരിക്കട്ടെ. പിശാച് ഓടിപ്പോകണമെങ്കിൽ വചനം പഠിപ്പിക്കുക, എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. എതിർത്ത് നിന്നാൽ ഓടും. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം തെളിയിക്കാൻ നിങ്ങൾ വചന പരിജ്ഞാനമുള്ളവരാ. ഞാൻ ഇത് തെളിയിക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുൻപിൽ ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുക. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ വിഷയം തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം, ഞാൻ ആ സംഭവത്തെ സാധാരണ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ഇസ്രായേൽ പണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. ഒരു ഉപവാസ പ്രാർത്ഥന, എൻ്റെ ഭാഷയിലായി പറയാനാ കേട്ടോ. ഒരു 40 ദിവസത്തെ ഉപവാസം, 40 days, 40 ദിവസത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, 2 ഗ്രൂപ്പുകാർ തമ്മിലുള്ള പ്രാർത്ഥനയാണ്. 2 ഗ്രൂപ്പ്. ഇപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പിസം അല്ലേ? യോ, ഇപ്പൊ ആത്മീക ലോകത്തെ ഗ്രൂപ്പ് എന്നല്ല, സാധാരണ പാനൽ എന്നൊക്കെയാ ഇപ്പൊ പറയുന്നത്. ചാക്കോച്ചായന്റെ പാനലും എല്ലായിടത്തും പാനല. പൗലോസ് മകൻ തന്നെ പറഞ്ഞു, നിങ്ങൾ പക്ഷം പിടിക്കരുത്, എല്ലായിടത്തും പാനല. 2 പാനല്. ആ വാക്യം വായിച്ചേ, 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 2 പാനല്. അപ്പൊ 2 ഗ്രൂപ്പ്, അപ്പുറത്തും ഇപ്പുറത്തും. വായിച്ചേ 17:3. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേല്യർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും. അപ്പൊ 2 ഗ്രൂപ്പ്. ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് 2 ഗ്രൂപ്പാ. 2 ഇപ്പൊ നമ്മുടെ കൺവെൻഷനുകളൊക്കെ ആണെങ്കിലും ഈ തെറ്റിദ്ധരിക്കരുത്, എല്ലാം ഈ മത്സര ബുദ്ധിയോടാ പലതും. അതെ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയേ പറയുന്നേ. സ്തോത്രം. മത്സര ബുദ്ധിയോടെ പ്രസംഗിക്കാൻ വരുന്നവർ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇന്നലെ ആരായിരുന്നു, എന്തുവാ പറഞ്ഞേ? അപ്പം അതിലും കുറച്ചുകൂടെ നല്ലതാ, പക്ഷേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൺവെൻഷനൊക്കെ പാട്ടുകാരും അങ്ങനെ, അത് മത്സര ബുദ്ധിയോടെ. ഒരു ഗ്രൂപ്പിനെ വിളിച്ചു, അവര് അടുത്ത ഗ്രൂപ്പ് വന്നു, അവർ പാടിയതിനേക്കാൾ എല്ലാം മത്സര ബുദ്ധിയാണ് എല്ലാ മേഖലയും. ഇവിടെ 2 ഗ്രൂപ്പ്. ഫെലിസ്ത്യര് ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും, ഇസ്രായേലിന് അപ്പുറത്ത്. ഇപ്പുറത്തും അപ്പുറത്തും 2 ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പാ. ചില സഭകളിൽ നിങ്ങൾ ചെന്നേ, എല്ലായിടത്തും അല്ല, ചില സഭകളില് പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷറും കമ്മിറ്റിക്കാരും കൂടെ ഒരു ഗ്രൂപ്പ്. ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നേ, അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ലണ്ടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നാടനെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. വേറെ ചില ഇടങ്ങളിൽ ചെന്നേ, നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇരുനിറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്.
ചില വീടുകളിൽ നിങ്ങളെടുത്ത് എല്ലാം അല്ലെങ്കിലും ചില വീടുകളില് ആമ്പിള്ളേര് പ്രായമായ അമ്മയും മോനും ഒരു ഗ്രൂപ്പാണ്. ചില വീട്ടിൽ അപ്പനും മോളും ഒരു ഗ്രൂപ്പാണ്. ആമ്പിള്ളേര് പ്രായമായി കഴിയുമ്പോൾ എല്ലായിടത്തും അല്ലെങ്കിലും ചിലത് അമ്മ പറയും നീ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് പോവാ. ഉടനെ അവൻ പറയും പപ്പ അവിടെ ഇരിക്കുന്നു, അതവിടെ എങ്ങാനും ഇരുന്നുള്ളൂ നിന്നോട് പറയുന്ന കാര്യം. ആമ്പിള്ളേർ അങ്ങനെ തന്നെയല്ല. ഇപ്പം അമേരിക്ക എന്നോ കാനഡയെന്നോ ഗൾഫിൽ എല്ലാവരും അല്ല. ഫോൺ ചെയ്താലും ആദ്യം അപ്പനാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാ സാൻകുട്ടി സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, മമ്മീടിലോട്ട് കൊടുത്താട്ടെ. ഉടനെ തന്നെ മോനെ എന്തുകൊണ്ട്. പിന്നെ ഒരു 3/4 മണിക്കൂർ അമ്മയും മോനുമാ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്തുവാടിയാ ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ പുള്ളി എന്തുവാ ഒന്നെങ്കിൽ ഫോണുമായിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് പോകും, ഇല്ല അടുക്കള തുറന്ന് അതിലേ അങ്ങ് പോകും. പുള്ളി അവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. എല്ലാവരുടെയും കാര്യമല്ല. തിരിച്ചു വന്നു കഴിയുമ്പം അപ്പം ചോദിക്കും എന്തുവാടി ഇത്ര നേരം. അവനെ എന്തോ പറയാനാ, നിങ്ങൾ ഉണ്ടായി പണങ്ങാൻ പറഞ്ഞതല്ല, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ അങ്ങനല്ലെന്ന്. എൻ്റെ പ്രകൃതി അങ്ങനെ തന്നെയല്ല. എൻ്റെ മറുവശമുണ്ട്, അമ്മയും മക്കളുമായിട്ടാ കുറച്ചുകൂടെ അടുപ്പം. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. ഇവിടെ ഈ ഉപവാസ പ്രാർത്ഥന 2 ഗ്രൂപ്പ്. ഫെലിസ്ത്യര് ഇപ്പുറത്തൊരു മലഞ്ചെരുവിനും ഇസ്രായേലിന് അപ്പുറത്ത്. എല്ലായിടത്തും ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, സഭയ്ക്കകത്ത് വരുന്നത് ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല. സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവനെ മുഴുവൻ ദൈവം അടിക്കും. എത്ര എണ്ണം അടി മേടിച്ച് പരുവക്കേടായി പോയി, ഇനി എത്ര എണ്ണം അടി മേടിക്കാൻ ഇരിക്കുന്നു, എത്ര എണ്ണം ഇപ്പൊ അടി കൊണ്ടിരിക്കുന്നു. സഭ എന്തിനാന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്റെ തലമുറയെ സൂക്ഷിച്ചു, ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യവും നൽകി, ദൈവം നിന്റെ കുടുംബത്തെ കാത്തു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ പതികിരുന്നപ്പോൾ നിന്റെ കാലിനെ വീഴ്ചയെന്നും നിന്റെ പ്രാണന മരണത്തിൽ നിന്നും നിന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും വീണ്ടെടുത്ത ആ ദൈവത്തെ ഞായറാഴ്ച വന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് പുകഴ്ചയും ബഹുമാനം കൊടുക്കുവാനാണ് ഞായറാഴ്ച വരേണ്ടത്. അല്ലാതെ സഭയ്ക്കകത്ത് വരുന്ന ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല. ഇത് സമാജത്തിന് വന്നാൽ തന്നെ മുറ്റത്ത് നിന്ന് 2 പേര് ചർച്ച ചെയ്തു, 2 പേര് ആ മാവിൻ്റെ ഓട്ട് ചെന്ന് 2 പേരുടനെ വേറെ സ്ഥലത്ത് ചെന്ന് ഉടനെ പറഞ്ഞു അവൻ വരുന്നുണ്ടോ. ഹാലേ എന്തുകൊണ്ട് ബ്രദറെ, ഒന്നും അറിയല്ലേ ഇവനെ. മുഴുവൻ ഗ്രൂപ്പിസമാണ്. സഭയ്ക്കകത്ത് പാനൽ ഉണ്ടാക്കരുത്. സഭയ്ക്കകത്ത് പാനൽ ഉണ്ടാക്കുന്നവനെയും അതിന് കൂട്ടു നിൽക്കുന്നവനെയും അത് ചരട് പിടിക്കുന്നവനൊന്നും ശരിയായിട്ട് പോകുകയല്ല. സഭ ദൈവത്തിൻ്റെതാ. കർത്താവ് സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. ആ സഭയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ഭയത്തോടാ പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇത് പാടില്ല. നിങ്ങൾക്ക് വേദപുസ്തകം പരിജ്ഞാനമുള്ളവരാ. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞേക്കാം, മിക്കപ്പോഴും പറയുന്ന ഭാഗങ്ങളാ. ഈ ശൗലങ്ങ് മരിച്ചു. ശൗല് മരിച്ചപ്പം ഈ ശൗലിൻ്റെ പക്ഷത്തിലും ദാവീദിൻ്റെ പക്ഷത്തിലും ഉള്ളവർ ഗ്രൂപ്പിസം ഉണ്ടാക്കി. 2 പാനല്. ദാവീദിൻ്റെ പക്ഷത്തെ പാനലിൻ്റെ നേതാവ് യോബാബാ. ആ പാനലിൻ്റെ നേതാവ് യോബാബ്. ശൗലിൻ്റെ പക്ഷത്തെ പാനലിന്റെ നേതാവ് അബ്നേര്. യോബാവും അബ്നേരും. അപ്പൊ ഇവർ 2 പേരും കൂടെ ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. അത് പാനല് 2 പാനലാ. അപ്പം യോബാവും അബ്നേരും കൂടെ തമ്മിൽ കണ്ടു. ഗ്രൂപ്പാ. എന്നാലും കണ്ടോണ്ട് പറഞ്ഞു എന്തുകൊണ്ട് വിശേഷം. പുള്ളി പറഞ്ഞു സന്തോഷമാണ്. ഒരു കാര്യം ചെയ്യൂ, ബാല്യക്കാര് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ, കളി. അപ്പം പുള്ളി പറഞ്ഞു നമുക്കിപ്പോൾ ടൈം ഉണ്ടല്ലോ കളിക്കുന്നതിന്, കുഴപ്പമൊന്നുമില്ല. മിക്കവർക്കും അങ്ങനെ വലിയ സുവിശേഷ പ്രവർത്തനമൊന്നും മിക്കവർക്കില്ല. ലഘുലേഖ കൊടുക്കാൻ പോകുവോ, പരസ്യയോഗത്തിന് പോകുവോ, അല്ലെ ഭവനം കയറി ഇറങ്ങി സുവിശേഷം പറയുകയോ, അല്ലെ ആശുപത്രി സന്ദർശിച്ച് രോഗികളെ വേണ്ടി പ്രാർത്ഥിക്കുകയോ, അങ്ങനെയുള്ള വേലകൾ ഇപ്പം വളരെ വിരളമാണ്. ഇല്ലെന്നല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മെയിൻ ആൾക്കാരിൽ പലർക്കും അങ്ങനൊന്നും ഇല്ല. പിന്നെ അവർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിസം കളിക്കാൻ സമയമുണ്ട്, ഇപ്പം കാശുമുണ്ട്. ഇന്നാളൊരുത്തം പറഞ്ഞ് ഞാൻ എടുത്ത് വീശുവെന്ന് പറഞ്ഞു. കാശെടുത്ത് ഇഷ്ടം പോലായി.
അപ്പൊ പറഞ്ഞു ബാല്യക്കാര് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. പറഞ്ഞു അപ്പനെ പറഞ്ഞു ആ കളിക്കട്ടെ, ഓക്കെ. കളി തുടങ്ങി. യോവാബിന്റെ പക്ഷത്തും ഒരു 12 പേരെഴുന്നേറ്റു, എണ്ണമൊത്ത് എഴുന്നേറ്റെന്ന, അങ്ങനല്ലേ മോളെ വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 കണ്ണിക തുടങ്ങുന്നിടത്ത് 2:12 അല്ലേ? എടുത്തവരെന്ന് വായിച്ചേ. ഞാൻ ആ റഫറൻസ് അങ്ങ് മറന്നുപോയി. ആ കണ്ണിക്ക് തുടങ്ങുന്നത് പോലെ ഒന്ന് വായിച്ചേ. 12 മുതലാണോ തുടങ്ങുന്നേ? എത്രയാ? വായിച്ചോ. നേരിന്റെ മകൻ അബ്നേരും ദാവീദിന്റെ സേവകരും പുറപ്പെട്ട് ഗിബെയോനിൽ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമിന്റെയും സൗലിന്റെയും മകനായ ഈസ്ബോശത്തിന്റെയും ഭാഗത്തുനിന്ന് 12 പേരും ദാവീദിന്റെ സേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിലെടുത്തു. ശ്രദ്ധിക്കണേ, ഇനി നിങ്ങൾ പിന്നീട് വായിച്ചോണം. ബാല്യക്കാരെന്നാണോ മുമ്പാകെ എഴുന്നേറ്റ് ഒന്ന് കളിക്കട്ടെ, സഭയ്ക്കകത്ത ഒന്ന് കളിക്കട്ടെ. കാരണം പഴയതുപോലല്ല, പഴയ പരുമക്കേടെല്ലാം ദൈവം മാറ്റി. പണ്ട് ചെറ്റപ്പുരയായിരുന്നു, അവിടെ എല്ലാം 2 നില വീട് തന്നു. പണ്ടൊരു കുത്തി സൈക്കിൾ പോലും നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ 1, 2 വണ്ടി, ഓരോരുത്തർക്കും ഓരോ വണ്ടിയായി. സ്തോത്രം. പണ്ട് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. എന്റെ ഭാഷ പറഞ്ഞ ആ കാക്കക്കേടെല്ലാം ദൈവം മാറ്റി. പിള്ളേർ അമേരിക്കയിലും കാനഡയിലും UK-യിലും ഗൾഫ് രാജ്യത്തൊക്കെ നല്ല കാര്യം ദൈവം കുഞ്ഞുങ്ങളെ അയച്ചു. പണ്ട് ഒരു പാസ്ബുക്കേ ഉള്ളായിരുന്നു, ഇപ്പം അതാ നല്ലത്. 5-6 പാസ്ബുക്കായി. അത് നല്ല കാര്യം, അങ്ങനെ ഇരിക്കട്ടെ. പണ്ട് 10 രൂപ എടുക്കണമെങ്കിൽ അവിടെ ചെല്ലണം, ബാങ്കിൽ ചെല്ലണം. ഇപ്പം പെരക്കാത്തിരുന്ന് ഞെക്കുകയും തോണ്ടുകയും ചെയ്യുമ്പം ക്ലീൻ ടെക്നോളജി ഒക്കെ വർദ്ധിച്ചെല്ലാം നല്ലത്. സ്തോത്രം. പണ്ട് തടപ്പ പോലും നല്ലത് ഇല്ലായിരുന്നു, ഇപ്പൊ അതെല്ലാം മാറി ഇഷ്ടം പോലെ. അപ്പം അത് നല്ല കാര്യമാ. ഞാൻ എപ്പോഴും പറയും, പണ്ട് ഒരു മുട്ടക്കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വല്ലോ ഇല്ലേ? ഒരു മുട്ടക്കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ വിരുന്ന്. എന്നാലും ഞാൻ തുറന്നു പറയാം, നിങ്ങളൊക്കെ വലിയ ഉന്നത നിലവാരം പുലർത്തിയവരാ എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ നോട്ടോ ഇരിപ്പുമൊക്കെ കാണുമ്പം ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ വെറും പീത്തയായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഷയെ പറയാം, എൻ്റെ അനുഭവത്തോട്. വിരുന്നുകാർ വല്ലോ ഒരു മരണം ഒരു മുട്ടക്കറി കഴിക്കണം, അതും ഒരു മുട്ട മൊത്തം കിട്ടുകയില്ല. ഇല്ലില്ല, കിട്ടത്തില്ല. അമ്മയ്ക്കൊരു 10, 75, 80 വയസ്സുണ്ടോ അമ്മേ? അപ്പൊ അമ്മയോട് തന്നെ കാര്യം ചോദിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പരാധീനതയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പഴയ അമ്മമാര് ആ മുട്ട 4ആയിട്ട് പൊളക്കും. അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൻ്റെ പരുവത്തിനാകുമ്പോൾ ഈ മുട്ട വളരെ ബഹുമാനത്തോടാണ് ഇതിനകത്തോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ വല്യമ്മച്ചി ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് തവിയിട്ട് ഇളക്കത്തില്ല, ചട്ടി ഒന്ന് കറക്കും, ഉണ്ണി പൊടിയും. അതാ തന്നെയല്ല, ഇത് വിളമ്പുന്നതും അമ്മ തന്നെ ആയിരിക്കും. അമ്മയ്ക്കറിയാം ഉണ്ണി എവിടാ. പിന്നെ അപ്പൊ അത് സൂക്ഷിച്ച് വിളമ്പി പിള്ളേർക്കും അപ്പനും ഒക്കെ അമ്മയ്ക്കറിയാം. പിള്ളേരാകുന്ന ഞങ്ങൾക്ക് ഒരു മുട്ടയൊന്നും മൊത്തം കിട്ടുകയില്ല. പിന്നെ വേറെ കൃത്യമല്ല, മുമ്പേ പറഞ്ഞതിൻ്റെ മറുവശം പറയാം, പകുതിയോ അല്ലെ 4/1 ഒക്കെ ആയിരിക്കും. പിന്നെ ചാറിനൊക്കെ നല്ല രുചിയുണ്ട്. കാരണം പണ്ട് കല്ലേ വെച്ചല്ലേ പച്ചമല്ലി അരയ്ക്കുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾ ആരും അങ്ങനെ അധികം ചെയ്യുന്നുണ്ടോ എന്ന് മിക്കവാറും കാണാൻ സാധ്യത ഇല്ല. ആരെങ്കിലും പിള്ളേരെടുത്ത് ആറ്റി കളഞ്ഞ് ഈ കുന്തം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ
അത് വന്നപ്പോഴേ എടുത്ത് കളഞ്ഞു. പിന്നെ ഇതൊന്നും ചെയ്യാൻ എന്നിട്ട് വെളുപ്പിനെ 5 മണിയാകുമ്പം മാപ്പിളയും വെള്ളം കൂടെ കല്ലേത്തുമുക്കിന് ഇങ്ങനെ പോകുന്ന കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അച്ചായന്റെ കയ്യിൽ ഒരു കുറുവടി, പട്ടി വന്നാ അടിക്കാനാ. ആ തേങ്ങ 2 എണ്ണം തിരുമ്മി കല്ലേ വെച്ച് അരയ്ക്കായിരുന്നു. ഈ കൊച്ചുകുളമ്പ കാലത്ത് ഈ കുറുവടിയായിട്ട് 2 പേരോടെ നടക്കേണ്ട ഒരു അമ്മ കല്ലേ വെച്ചല്ലേ അമ്മ അരച്ചത്. അതാ അല്ല, പഴയ കാര്യമൊന്നും അറിയുന്നത് നല്ലതാ. അപ്പൊ പണ്ട് കാലത്ത് യഥേഷ്ടം കിട്ടത്തില്ല. പിന്നെ അമ്മമാർക്ക് ആൺപിള്ളേരോടൊരു തൃപ്തിയൊക്കെ ഉണ്ട്. അപ്പൊ ആ നോട്ടവും കറിയെ തൊട്ടേച്ചുള്ള ഇരിപ്പും ഒക്കെ കാണുമ്പോൾ ചിലപ്പം അമ്മയുടെ വിഹിതം എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളു. എന്നാൽ യഥേഷ്ടം കിട്ടുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പരുവക്കേടെല്ലാം ദൈവം മാറ്റി. ഇപ്പം നമ്മൾ ചില വീട്ടിലാന്നേലും ചെന്ന് 8ഉം 10ഉം മുട്ട പുഴുങ്ങി വെച്ചിരിക്കുക. പാസ്റ്ററെ കഴിക്കുമ്പോ മിക്കവാറും മോശ കനാൻ നാട് കണ്ട പോലെ മുട്ട കണ്ടേച്ച് പോകുന്ന അല്ലാതെ ഒക്കത്തില്ല. അപ്പൊ പഴയ പരുവക്കേടെല്ലാം ദൈവം മാറ്റി. പരുവക്കേട് മാറ്റിയപ്പോൾ ഞാൻ എന്നെ പ്രതിയാക്കി പറയാ, അഹങ്കാരം. പണ്ട് കളിക്കാൻ നേരമില്ല, മുട്ടാലിരിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാ. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ വിടുതലെടുക്കണം. ഇഷ്ടം പോലെ വിഷയം. ഇപ്പൊ അങ്ങനെ വലിയ വിഷയമൊന്നും. കളിക്കട്ടെ. അപ്പൊ കളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആ കളിക്കട്ടെ സമയമുണ്ട്. എണ്ണമൊത്ത് 12 ഇവിടെ ഒരു 12, അവിടെ ഒരു എണ്ണമത്ത് എഴുന്നേറ്റ് നേർക്ക് നേരെ അടുത്തു. താഴോട്ട് പഠിക്കുമ്പോൾ ഓരോരുത്തരും എതിരാളിയുടെ മുടിക്കുത്തിന് കയറി പിടിച്ചു. കളി തുടങ്ങിയതാ, കാര്യമായി. ചെറിയൊരു കളി തുടങ്ങി, ഇപ്പം കാര്യമായി. ഓരോരുത്തർ നേരെ എതിരാളിയുടെ നേർക്കങ്ങോട്ട് അടുത്തേച്ച് മുടിക്കുത്തിന് കയറി പിടിച്ചു. മുടിക്ക് പിടിച്ച് ആയുധം പള്ളേ കയറ്റി. ഒറ്റ ദിവസം 24 എണ്ണം പട്ടു. ഒരു ചെറിയ കളിയാ, കളി കാര്യമായി. അതാ പറഞ്ഞ സഭയ്ക്കകത്ത് കളിക്കരുത്, തമാശന് പോലും കളിക്കരുത്. അത് കാര്യമാകും. എണ്ണമെഴുന്നേറ്റ് കളിച്ച് 24 എണ്ണം പട്ടു. വായിച്ചു വിട്ടാ പോരാ, 24 എണ്ണം പട്ടപ്പം നിങ്ങൾ ചിന്തിക്കണം, ചെറിയ വിഷയമല്ല. 24 കുടുംബത്തിനകത്ത് പ്രശ്നമായി. 2 പേരുടെ പോരാ. ആരുടെ? അബ്നേരിന്റെ യോവാബിന്റെയും പോരാ. പക്ഷെ എത്ര കുടുംബം കിടന്ന് കുഴയുക. ഇതല്ലേ ഇപ്പൊ ആത്മീക ലോകത്ത്. ചില സഭയിലൊക്കെ 2 വീട്ടുകാർ തമ്മിലുള്ള ഈഗോ പ്രശ്നമാ. അതിന് മുഴുവൻ വിശ്വാസിയും കടന്ന് എന്നെ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയല്ലോ, സ്പർദ്ധിച്ചു നോക്കുന്നേ. അത് ചർച്ച് കോഡ് ആണെങ്കിലും IPC ആണെങ്കിലും അസംബ്ലീസ് കോഡ് ആണെങ്കിലും ഏത് കോഡ് ആണെങ്കിലും 1-2 പേര് തമ്മിലുള്ള ഈഗോയാ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കൾ കുഴയുക. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മതി. ഞാൻ ഒരാളെ ഉന്നം വെച്ചല്ല ഈ പറയുന്നത്, വചനത്തിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. അബ്നേരും യോവാബും ഇവരുടെ ചെറിയൊരു സൗന്ദര്യ പണക്കോ ഈഗോ പ്രശ്നം. കളിക്കട്ടെ, ആ കളിക്കട്ടെ, ടൈം ഉണ്ടല്ലോ. എണ്ണമൊത്ത് 12, 24. ഇവര് പുറകെ ഇരുന്ന് സ്ക്രൂ വെച്ച് കൊടുത്തു. ചാടിക്കളിയുടെ ആ കുഞ്ഞിരാമ. അങ്ങനല്ലേ ഇപ്പൊ നടക്കുന്നേ. ഇവരവിടെ ഇരുന്ന് ഓരോ സ്ക്രൂ എടുക്കുക. അണികളുണ്ട്, അവരാ കയറി. നിങ്ങൾ ചിലപ്പോൾ പുറം ലോകം നോക്കിയോ, പാർട്ടിക്കാരെ നോക്കിയേ, അവർ കുറച്ചുകൂടെ മെച്ചമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യമില്ലാത്ത. പക്ഷെ അവർ സദസ്സിൽ വന്നു കഴിയുമ്പോൾ അവർ കൈ കൊടുക്കുകയും വർത്താനം പറയുകയും, നമ്മൾ അന്തം വിടുക ഇത് കണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെ പോലും സദസ്സിൽ വന്നാൽ പോലും കൈ കൊടുക്കുകയല്ല. ഒന്നെങ്കിൽ അവൻ വരുന്നെന്ന് കേട്ടാൽ ഇറങ്ങി അങ്ങ് പോവും, ഇല്ലെങ്കിൽ അവൻ വന്നാൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും യോഗം തിരുന്നണം വരെ. ദൈവത്തിന് മഹത്വം. തീർന്നില്ല, ചെറിയ കളിയാ, അത് കാര്യമായി. 24 എണ്ണം പട്ടു. പട്ടപ്പം 24 എണ്ണം പരുവക്കേട് വീണപ്പോ കളി നിർത്തണ്ടേ? ഉടനെ പറയേണ്ടത്, അയ്യോ നമുക്ക് തെറ്റിപ്പോയി, ഇനി വേണ്ട, ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, വേണ്ട, അതല്ലേ ചെയ്യണ്ടേ. നിന്നില്ല. അസാഹയില് നേരെ തിരിഞ്ഞു, അബ്നേരിന് നേരെ. കാട്ടുകല പോലെ ശീഘ്രഗാമിയാ. അപ്പൊ അബ്നേര് പറഞ്ഞു, എടാ പോ മതി, പോകുകയല്ല. പുറകെ ചെന്നു. അവനെ കൊന്നു. അബ്നേര് അസാഹേലിനെ കൊന്നു. യോവാബിന്റെ
സഹോദരനാ. അപ്പൊ യോബാവിന് വൈരാഗ്യം കൂടി, കളി കാര്യമായി. അതിനുശേഷം അബ്നേരിനെ യോബാബ് കൊന്നു. ഉണ്ടോ? അതാ ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് വിടുക, അത് ഒത്തിരി ഉണ്ട്. സഭയ്ക്കകത്ത് വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ. ഇതിനകത്ത് ഗ്രൂപ്പിസം പാടില്ല, പക്ഷം പിടിക്കരുത്. നാമെല്ലാം ഒരപ്പത്തിന്റെ അംശികളാണ്, ദൈവത്തെ ആരാധിപ്പാനാ വന്നിരിക്കുന്നത്. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ഇവിടെ ഇപ്പുറത്തും അപ്പുറത്തും രണ്ട് ഗ്രൂപ്പ്. അവർ രണ്ട് ഗ്രൂപ്പും വന്ന് ഒരു ഗ്രൂപ്പ്, എന്റെ ചിന്തയാ, ഒരു ഗ്രൂപ്പ് 10 വരും, മറ്റവര് 10. ഇവിടെ 2 അടിയും 2 പാട്ടും, അവിടെ 3 അടിയും 3 പാട്ടും. അപ്പൊ ഒരു 10:45 ഈ ഗോലിയാത്ത് മുമ്പോട്ട് വരും. അങ്ങനെ അങ്ങ് ചിന്തിച്ചു. ഇവര് ഏലാത്താട് വരെയില്ല വന്ന് നിൽക്കുന്നത്. ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുത്തൻ കയറി വരും, ഒരു നല്ല നെടുപ്പമുള്ളവനാ. 4-ാം വാക്യം വായിച്ചേ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന്, അപ്പോൾ എന്ന് പറഞ്ഞ ആരാധനയെല്ലാം കൊണ്ട് മൂത്തപ്പോൾ, അങ്ങനെ അങ്ങ് ചിന്തിച്ചു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു. ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ജാൻ നെടുപ്പും ഉണ്ട്. അവന് തലയിൽ വലിയ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതിരി പോലെ. കുന്തത്തിന്റെ അലക് 600 ശേക്കെൽ ഇരുമ്പ്. അടുത്ത പദം, ഒരു പരിചാരകൻ പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. പരിചരിക്കുന്നവനും കൂടെ ആയിരിക്കാം. എന്നാലും വായിച്ചു തരുന്നതിന് നന്ദി കേട്ടോ. പണ്ടൊരാൾ വായിച്ചു വന്നു, ഒരു പരിചയക്കാരൻ അവന്റെ കൂടെ. ഞാൻ എതിർത്തില്ല, ഞാൻ പറഞ്ഞ പരിചയം കാണും, കുറെ നാളായിട്ട് കൂടെ നടക്കുന്നതാ. അപ്പം ആയിക്കോട്ടെ, ഇത് ഒരു പരിചയക്കാരൻ. അപ്പോൾ ഈ ആരാധന അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോൾ ഈ ഗോലിയാത്ത് വരിക. അവിടെ വായിക്കുന്നത്, അപ്പോൾ ഫെലിസ്ത്യരുടെ 4 ഫെലിസ്ത്യ പാളയം. അപ്പോൾ ഈ ഗോലിയാത്ത് ഫെലിസ്ത്യ പാളയത്തിൽ നിന്ന് വന്നവനാ, ഫെലിസ്ത്യനാ. ആരാ ഈ ഫെലിസ്ത്യൻ? സ്തോത്രം. ശപിക്കപ്പെട്ട ഇനമാ. നോഹയ്ക്ക് 3 മക്കളാ. ആരൊക്കെ? ഷേമും ഹാമും യാബത്തും. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഈ കനാന്യരും ഫെലിസ്ത്യരുമല്ല. ഒന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന്. ഉൽപ്പത്തി 10:1, 10:6, 10:13, 14, 11:10, 12, 14, 16, 18, 20, 22, 24, 26, 28. ആദ്യം 10:1 വായിര്, പെട്ടെന്ന് വായിക്ക്. ഏതായാലും നന്നായിട്ട് വായിക്കുന്നുണ്ട്. ചടികടാന്ന് വായിച്ചോ. 10:1 പെട്ടെന്ന് വായിര്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാബത്ത്. നോഹയ്ക്ക് 3 മക്കൾ, ഷേമും ഹാമും യാബത്തും. അതില് ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്ത്യര്. 11:10 വായിച്ചേ. ഷേമിന്റെ വംശപാരമ്പര്യം. അവന് ഷേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. ഇനി 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായി അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് 30 വയസ്സായി അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായി അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായി അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായി അവൻ തേറകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകന് 70 വയസ്സായി അവൻ അബ്രാം, നഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27-ാം വാക്യം. തേറകിന്റെ വംശപാരമ്പര്യം. അവന് തേരക അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് കലുതരുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്ത വാക്യം. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും ഹാരാന്റെ മകള് തന്നെ. സാറാ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്തത്. തേരഹ് തന്റെ മകനാകുന്ന അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ച് മരിച്ചു. ഇതാണ് അബ്രഹാമി പാരമ്പര്യം.
അപ്പൊ നോഗയ്ക്ക് 3 മക്കള്, ഷേമും ഹാമും യാവത്തും. അതിൽ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. ഇനി രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ. വായിച്ചേ 10:6, ഉൽപ്പത്തി 10:6. ഹാമിന്റെ പുത്രന്മാർ ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കണ്ടോ, 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13ാം വാക്യം. മിസ്രയീമോ മിസ്രയീമോ ലൂദി, അനാമി, ലഗാബിൻ, നത്ലൂബിം, ബത്ലൂസിം, കത്ലൂസിം. നാക്കുളുക്കും, അതുകൊണ്ട് ഞാനങ്ങ് പറയാം. അപ്പോൾ ഈ മിസ്രയീമിന് 6 പിള്ളേര്. മിസ്രയീമോ ലൂദി, അനാമി, ലഗാബിൻ, നത്ലൂബിം, ബത്ലൂസിം, കത്ലൂസിം. 6 പേര്. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ 14ാം വാക്യം. അത് വലിയ കട്ടിയില്ല, വായിച്ചു. അത് വായിക്കണ്ട. ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അതിന് വലിയ കട്ടിയില്ലല്ലോ, അതാ ഞാൻ അത് തന്നെ. ബാക്കി ഞാൻ എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ. ഇതാണ് ഫെലിസ്ത്യന്റെ ചരിത്രം. എല്ലാം വിവരിക്കുന്നില്ല. ഈ ഫെലിസ്ത്യ പാളയത്തിൽ നിന്ന് 6 മുഴ ഉയരമുള്ള ഗോലിയാത്ത് കയറി വരിക. 6 എന്നുള്ളത് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം സാത്താന്യ കണക്കാണ്. എല്ലാം വിവരിക്കുന്നില്ല. 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാത്താന്യമാണ്. അതുകൊണ്ടാണല്ലോ ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്. മിസ്രയീമിലെ ഭക്ഷണത്തിന്റെ എണ്ണം സംഖ്യ 11, 4, 6. ഒരു ബിംബം ഉണ്ടാക്കി, ഉയരം 60 മുഴം, വണ്ണം 6. 6ന്റെ അക്കവും പെരുക്കവും സാത്താന്യമാണ്. വെളിപ്പാടിൽ സാത്താന്യ മുദ്ര, അത് 3, 6, 666. ഇതിന്റെ എല്ലാ അക്കം സാത്താന്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസുകാർ 6 ദിവസം ഒന്ന് ഉപവാസ പ്രാർത്ഥന. അച്ചായൻ ഇതുവരെ കേട്ടുണ്ടോ? 6 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അച്ചായൻ ഒരു ദിവസം പറഞ്ഞോ? ആരെയും ഇത്ര ആയുസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞതൊക്കെ എത്രയാ? 1 തുടങ്ങ്. 1, 3, 7, പിന്നെ 21, 40. പിന്നും പോകുന്നുണ്ട് ആൾക്കാര്. സ്തോത്രം. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും സാത്താന്യമാണ്. അപ്പൊ 6 മുഴ ഉയരമുള്ള ഇവൻ തനി പിശാച. ഈ ആരാധന വെളിപ്പെട്ടപ്പോൾ ഗോലിയാത്ത് രംഗത്ത് വന്ന് ഇനി ഓടിച്ചു പറയാ. ഇവൻ വന്നേച്ച് വെല്ലുവിളിക്കുക. ഗോലിയാത്ത് അവൻ വന്നേച്ച് വെല്ലുവിളിച്ചത്, നിങ്ങൾ ഈ എല്ലാവരുടെ കിടന്ന് ബഹളോ ഓളോ ഒന്നും ഉണ്ടാക്കണ്ട. ഒരു കാര്യം ചെയ്യേ, ഞാൻ ഫെലിസ്തീനാ, നിങ്ങൾ ശൗലിന്റെ ചേവകരാ. ഈ ബഹളവും വെപ്രാളവും ഒന്നും കാണിക്കണ്ട. ഇതെല്ലാം കൂടി അടിച്ചു പെരുക്കി ഹാർമോണിയോ അതും ഇതുമെല്ലാം കൂടെ വെച്ച് നിങ്ങൾ ഇങ്ങനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യുക, പാട്ടുകാരൻ കടന്ന് കുഴയുക. ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ. ഇവനിങ്ങനെ തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക. ആര് സ്തുതിക്കാനാ? ഇനിയും ഈ പ്രായത്തിലുള്ളത് എന്നെ ഇളകാനാ? സ്തോത്രം. കൊച്ചുങ്ങൾ നിന്ന് കുഴയുക. അവൻ നിന്ന് പോരാ പോരാ. അതിന് പുള്ളി ഓളിയും കൂട്ടി പുള്ളിയുടെ ഊപ്പാട് വരുന്നു. അപ്പം ഗോലിയാത്ത് വന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യേ, ഈ ബഹളമൊക്കെ നിർത്തിയേച്ച് നിങ്ങൾ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരണം, ഞാനൂടെ അങ്ങോട്ട് ഇറങ്ങി വരും, നമുക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യാം. ഞാൻ ഈ പുള്ളിയെ തോൽപ്പിച്ച ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്കടിമ. അതല്ല, വരുന്ന പുള്ളി എന്നെ തോൽപ്പിച്ച ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്കടിമ. അല്ല, ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളല്ല. 8ാം വാക്യം വായിച്ചേ. 1:8 പെട്ടെന്ന്. 17:8. ശമൂവേലിന്റെ 17:8. ഈ ഗോലിയാത്ത് വന്ന ഉടനെ ബഹളമല്ല, അവൻ നിന്ന് വെല്ലുവിളിക്കുക. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഈ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? നിങ്ങൾ ഈ കോലാഹലമെല്ലാം എന്തിനാ ഉണ്ടാക്കുന്നത്? വലിയ ബാനർ, കട്ടൗട്ട്, വാൾ പോസ്റ്റർ, അത് മൾട്ടി കളറ്. ആള് കൂടാനാ? ഇപ്പൊ ഒത്തിരി മാധ്യമങ്ങളുണ്ടത്, ഞാൻ എതിരല്ല. പിന്നെ പാട്ടുകാര് 3-4 ഓർഗൻ വെച്ച് അവൻ നിന്ന് വിഷമിക്കുകയാണ്. അപ്പം വേറൊരുണ്ട് ഈ വട്ടത്തിരുന്ന് അടിക്കുന്നു. കുറ്റമല്ല, അതൊക്കെ നല്ലതാ. അവൻ അടുത്തിരുന്ന ചില്ലെന്നൊരു സാധനമുണ്ട്, നമ്മുടെ ചങ്ക് കലങ്ങിപ്പോവും. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് അടിച്ച് പെരുപ്പിക്കുക. ഗോലിയാത്ത് വന്ന് പറഞ്ഞ്, എന്തിനാ ഈ വെപ്രാളമല്ല, ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാം കൂടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കാതെ ഒരുത്തനെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? അടുത്തത്, ഞാൻ ഫെലിസ്ത്യനും എനിക്ക് ഒരു ചിന്താഭാരം, ഗോലിയാത്തിന് കൃപാവരം ഉണ്ടോന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, എന്തോ കൃപാവരം ഗോലിയാത്തിനോ? അതെ, എന്തോ കൃപാവരം. അപ്പൊ എന്റെ മറുപടി, നമുക്ക് പലർക്കും ഇല്ലാത്ത ഒരു വരം ഗോലിയാത്തിന്. അതെന്നാ വരമാണെന്ന് ഒറ്റ വാക്കി പറയാം, വിവേചനാവരം.
അവൻ നന്നായിട്ട് വിവേചിച്ചാ സംസാരിച്ചത്. ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ സേവകരുമല്ലയോ? ഒരു കാര്യം പറയാം, നാം ഒരു ദൈവവൈതലാണെന്നുള്ള ചിന്തയിലും വിചാരത്തിലുമൊക്കെ നമ്മൾ മുൻപോട്ട് പോയാൽ അതാ ഏറ്റവും ശ്രേഷ്ഠം. Praise the Lord. ഞാൻ ഫെലിസ്ത്യനാ, അഗ്രകർമ്മിയാ, പക്ഷെ നിങ്ങൾ ശൗലിന്റെ സേവകരാ. വായിച്ചോ. നിങ്ങൾ ഒരുത്തനെ നിങ്ങൾക്ക് ഒരു മത്സരം തരിക, തെരഞ്ഞെടുപ്പ്. ഓട്ടിട്ടോ, ചീട്ടിട്ടോ, കള്ളയോട്ടിട്ടോ, കാശ് കൊടുത്തോ, കമത്തി അടിച്ചോ, കുതികാല് വെട്ടിയോ, ടോർപ്പിടോ വെച്ചോ, ഭീഷണിപ്പെടുത്തിയോ, ഗുണ്ടകളെ ഇറക്കിയോ, അങ്ങനെയൊക്കെയാണല്ലോ മിക്ക ഇടങ്ങളിലും. സ്തോത്രം. ഇനി നിങ്ങൾ ചിന്തിക്കരുത് വന്നൊരു അലോഗ്യം ഉണ്ടാക്കിയെന്ന് പറയരുത്. ഞാൻ എടുത്ത വിഷയത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. കല്യാണത്തിന് പറയാൻ പോലെ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. സ്തോത്രം. കൂട്ടുസഹോദരന്റെ കുതികാല് വെട്ടിയച്ച ഓരോരുത്തരും ഓരോ കസേര പിടിച്ചടക്കുന്നത്, അതാരും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിൽ ഉൾപ്പെട്ടു പോകരുത്. സ്തോത്രം. നിങ്ങളൊരു തന്നെ തെരഞ്ഞെടുത്തോ, തെരഞ്ഞെടുപ്പ് തരിക, അല്ലെങ്കിൽ തെരഞ്ഞെടുക്ക്. തെരഞ്ഞെടുത്ത് അവൻ എന്റെ അടുക്കൽ വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുത് എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്കടിമ. അതല്ല, ഞാൻ അവനെ കൊന്നു കളഞ്ഞാൽ നിങ്ങളല്ല. ഇതാണ് ഗോലിയാത്തിന്റെ വെല്ലുവിളി. നമ്മുടെ കുറുവാക്യം മറക്കരുത്, എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. അതാണ് നമ്മുടെ അടിസ്ഥാന വാക്യം. ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചു, നിങ്ങളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കാൻ ഒരുത്തൻ ഞാനും ഇറങ്ങാം. ഈ വെല്ലുവിളി എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. ഇനി ഇവൻ വെല്ലുവിളിച്ചതിനെ പറ്റി വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്, ഈ ഫെലിസ്ത്യർക്ക് 5 ദൈവങ്ങളാ. 5 ദൈവം, 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 ദൈവം, 5 പ്രഭു. വാക്യങ്ങൾ ലഭിക്കുന്നില്ല. 6:17 വായിച്ച ശൗമേലിന്റെ 1-ാം പുസ്തകം 6:17. ശൗമേലിന്റെ 1-ാം പുസ്തകം 6:17. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തു വെച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, യക്രോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്ക്. ഇത് 5 ദൈവങ്ങളാ. ആ ദൈവങ്ങളുടെ പേരിനാൽ ഈ പട്ടണം അറിയപ്പെടുക. അപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ 5 പ്രഭു എന്നൊരു പദമുണ്ട്. വായിച്ചേ. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളിൽ ഗ്രാമങ്ങളുമായി ഫെലിസ്ത്യന്റെ 5 പ്രഭുക്കന്മാർ. എല്ലാ വാക്യം ഒടിപ്പിക്കുന്നില്ല. അപ്പൊ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. അപ്പൊ ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ചിട്ട് ഓർപ്പിച്ചല്ലോ, 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. ദൈവങ്ങളുടെ നാമം ഇവൻ ചൊല്ലി ഇവൻ ദൈവമക്കളെ ശാപിക്കും, പിരാഗും ശാപിക്കും. നിങ്ങൾ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി അങ്ങനൊരു പദമുണ്ട്. വായിച്ചേ. 17-ാം അധ്യായത്തിന്റെ ശൗമേലിന്റെ 1-ാം പുസ്തകം മുമ്പേ വായിച്ച ഭാഗം 17:43 2-ാം ഭാഗം തന്റെ ദേവന്മാരുടെ, അത് മാത്രം വായിച്ചേ. മതി. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. അപ്പോൾ 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യന്. ഇവൻ വെല്ലുവിളിച്ചേച്ച് ചെയ്ത പരിപാടി 5 ദേവന്മാരുടെ നാമം ചൊല്ലും. ജാതീയ ദേവന്മാരാ, അവരുടെ നാമം അങ്ങ് ചൊല്ലും. ഗോലിയാത്ത് നല്ല നെടുപ്പമുള്ളവനാ, നിന്ന് ചൊല്ലും. ഇനി ഇവൻ ദേവന്മാരുടെ നാമം ചൊല്ലുന്നത് എങ്ങനെയാണെന്നറിയാമോ? 16-ാം വാക്യം. 16 പെട്ടെന്ന്. 17-16. ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചേ, ഈ ഗോലിയാത്ത് 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. എപ്പോഴൊക്കെയാ ചൊല്ലുന്നത്? രാവിലെയും വൈകിട്ടും. എത്ര ദിവസം? 40 ദിവസം. എങ്ങനെ? മുടങ്ങാതെ. ശാശാന്നേലും എന്ത് മാതൃകാപരമായിട്ടാ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ? നമ്മൾ ദൈവത്തെ ഭജിക്കുക, ഒരു ചിട്ടയില്ല, നിഷ്ഠയില്ല. പിശാചാന്നേലും എന്ത് നല്ല ഡിസിപ്ലിൻ, നല്ല ഓർഡറിലാ പോകുന്നത്. രാവിലെ മന്ത്രം ചൊല്ലും,
നമ്മൾ രാവിലെയും വൈകിട്ടും വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ല വീട്ടിലില്ലെന്നൊന്നും പറയത്തില്ല. പക്ഷെ രാവിലെയും വൈകിട്ടും വീട്ടിലുള്ള എല്ലാവരും, അപ്പനോ അമ്മയോ മക്കളോ കൊച്ചുമക്കളോ ആരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാവരും കൂടെ വട്ടമിരുന്ന് പാട്ട് പാടി ദൈവത്തെ രാവിലെയും വൈകിട്ടും മഹത്വപ്പെടുത്തുന്ന വീടുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് ഒന്ന് കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഇപ്പം നോക്കത്തില്ല. ആട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അല്ല എന്നാ പറയാൻ, പിശാചാന്നാലും എന്ത് മാതൃകാപരമായിട്ടാ അവർ രാവിലെ വൈകിട്ടും. ഞാനൊരു മർമ്മം പറയാം, വലിയ മർമ്മമൊന്നുമില്ല, നിങ്ങൾക്ക് അറിവുള്ളതാ. ഓളിയം കുറച്ചോണം. ഒരു കാര്യം പറയാം, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ അടൂര് ചന്ത മീൻ ചന്തയിൽ പോയിട്ട് കാറയിൽ നിന്ന് ഇറങ്ങത്ത് പോലില്ല. കാറായിരുന്നോണ്ടാ അത് ഡിക്കിയിലോട്ട് ഇട്ടേക്കാൻ ഇറങ്ങാൻ പോലും ഇറച്ചിക്കട ചെന്ന് കുറേ ഇത് മുഴുവൻ അറിഞ്ഞ് പിടിച്ച് അയലത്തുകാർക്ക് പോലും കൊടുക്കാതെ വെട്ടി അറിഞ്ഞ് ഇത് ഫ്രിഡ്ജിനകത്ത് കയറ്റി കൂടെ അവിച്ചവിച്ച് കഴിച്ച് അന്ത്യാകുമ്പോൾ നല്ല പെരുക്ക് വെച്ച് ഇതെല്ലാം കൂടെ അടിച്ച് തിന്ന് ഈ നെയ്യെല്ലാം കൂടെ വന്ന് മുറ്റി രാവിലെ എഴുന്നേക്കാനും മേലെ സ്വോത്രം പറയാനും മേല ഒരു സ്വോത്രഗീതം പോലും പാടാതിരിക്കുമ്പോൾ മറ്റവൻ ദേശം മുഴുവൻ ബന്ധിക്കുക, സാത്താന്യ നാമങ്ങളും കൊണ്ട് ഉച്ചരിച്ച് അന്തരീക്ഷം മുഴുവൻ മുഖരിതമാ. നമ്മൾ എന്നിട്ട് ഒരു 7:15 ആ പയ്യ മനമേ പക്ഷി ഗണങ്ങൾ പക്ഷി. നിങ്ങളെ ചിരിച്ചു കളയാനല്ലേ പറഞ്ഞത്, ഇതിനകത്തൊരു ആത്മീക പാഠം. അന്തരീക്ഷം മുഴുവൻ ദുഷ്ടശക്തി വ്യാപരിക്കുക. ഇതിന് നടുവിൽ ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റ് മുടങ്കാലി മേലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ഇതിന്റെ മേൽ ജയമെടുക്കണം. ഇവർ രാവിലെ വൈകിട്ടും മന്ത്രം ചൊല്ലുന്നു. അത് 40 ദിവസം ചൊല്ലി, അത് മുടങ്ങാതെ ചൊല്ലി. വേറൊരു വാക്യമുണ്ട്, എല്ലാരും കേക്ക ചൊല്ലി. 11-ാം വാക്യത്തിൽ അങ്ങനെ എല്ലാരും കേൾക്കുന്നല്ലേ സഹോദരി? വായിച്ചേ 17-11. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിയരും കേട്ടപ്പോൾ എല്ലാരും കേക്കയാ. കണ്ടോ, അവന്റെ ദൈവങ്ങളുടെ നാമം എല്ലാരും കേക്ക ചൊല്ലി. നമ്മളൊരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും നമ്മളോർക്കും ഹോളിനകത്ത് മൂർക്കം പാമ്പ് കയറി എന്നാവുന്ന എന്നെ സ്തോത്രം പറയുന്നതാണ്. അടുത്തിരിക്കുന്നവർ പോലും തിരിയുന്നുമില്ലല്ലോ. അതേസമയം മറ്റു ചില വിഷയത്തിലോട്ട് വന്ന എന്തോ അണ്ണാക്ക ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ദൈവത്തെ സ്തുതിക്കുന്ന നീ കയ്യും കെട്ടി വായും പൂട്ടി മൗനമായിട്ടല്ല, ദൈവത്തെ അതിന് നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഇവൻ രാവിലെ വൈകിട്ടും മന്ത്രം ചൊല്ലി, അത് 40 ദിവസം ചൊല്ലി, അത് മുടങ്ങാതെ ചൊല്ലി, എല്ലാരും കേക്ക ചൊല്ലി ഓടിച്ചവസാനിപ്പിക്കാം. ഇങ്ങനെ ഇവൻ മന്ത്രം ചൊല്ലി ദേവന്മാരുടെ നാമം ചൊല്ലുത്തി ഇവരെ വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. 24-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചാട്ട് 24. അവനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഗോലിയാത്തിന്റെ നിപ്പും നിലപാടും പ്രകൃതോ ഇവന്റെ ആ നെടുപ്പോ ഇവന്റെ ആ രീതിയൊക്കെ കണ്ട് ഇവന്റെ മന്ത്രവും ദേവന്മാരുടെ നാമം ചൊല്ലുത്തും ഇവന്റെ വെല്ലുവിളിയെല്ലാം കൂടെ കണ്ട് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് എന്തോ സംഭവിച്ചെന്നാ അവനെ കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്നോടി. എന്നെ കേൾക്കുന്ന പ്രിയരെ, കുറുവാക്യം എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടും. എന്നാൽ ഇവിടെ കണ്ടത് ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ ഇവര് പുറകോട്ട് ഓടി. ദൈവത്തിന്റെ മഹത്വം. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, പിശാചിനെ കണ്ട് നീ ഓടുകല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. ഇവിടെ ഗോലിയാത്താകുന്ന പിശാചിന് നടല. ഇവൻ വെല്ലുവിളിച്ചപ്പോൾ ഇവര് മുഴുവൻ അവന്റെ മുൻപിൽ നിന്ന് ഓടി. ഈ മുൻപിൽ നിന്ന് ഓടി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് എങ്ങോട്ടായിരിക്കും ഓടിയേക്കുന്നത്? പുറകോട്ടാ ഓടിയത്. ഞാനിപ്പം ബഹുമാന്യ DP ബഹുമാന്യ കർത്തദാസൻ PT മാത്യുവിന്റെ മുൻപിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല, മുൻപിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ പുറകോട്ട് ഓടിയെന്ന. അപ്പൊ ഗോലിയാത്തിന്റെ മുൻപിൽ നിന്ന് ഓടി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവര് മുഴുവൻ പുറകോട്ട് ഓടി. യാക്കോ പറഞ്ഞത് പുറകോട്ടോടാനല്ല, നീ എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടുവെന്ന. പക്ഷെ ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ പുറകോട്ട്
ഓടിച്ചവസാനിപ്പിക്കാം. ഈ ഗോലിയാത്ത് എതിർത്തപ്പോ ഇവര് പുറകോട്ട് ഓടാൻ കാരണം എന്നാ? ഓട്ടം അറിയായിരുന്നോ? എന്തു വച്ചാ? സൈസ് കണ്ടു ഓടിയതാ. എന്നാ ഞാനും അങ്ങ് മാറി നിൽക്കുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം. ഓടിച്ചവസാനിപ്പിക്കാം. നിങ്ങൾ ചിലർ വചനം ആസ്വദിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഈ മല്ലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവർ പുറകോട്ട് ഓടാൻ കാരണം പേടിച്ചിട്ട് ഓടിയതല്ല. ഇവർ പേടിത്തൊണ്ടന്മാരല്ല. 14:52 വായിച്ചേ. പേടിയുണ്ടോ ഇല്ലയോ എന്ന് അവിടെ തെളിയുമല്ലോ. 14:52. ശൗലിന്റെ കാലത്തൊക്കെ ഫെലിസ്ത്യരോട് കഠിന യുദ്ധമുണ്ട്. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർക്കും. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും, പേടിത്തൊണ്ടന്മാരല്ല. ചരിത്രം പറയുന്നത് ശൗല് ഈ രാജവീതികളുടെ കൂടി ഇങ്ങനെ പോകുമ്പോൾ ആരോഗ്യമുള്ള ദൃഢഗാത്രന്മാരാകുന്ന ആൾക്കാരെ കണ്ടാൽ ശൗൽ അന്വേഷിക്കും അവനേതാണ്, ഇന്നയാളാ, അവനെ പെട്ടെന്ന് കൊട്ടാരത്തിൽ വരാൻ പറയും. ഈ നെടുപ്പമുള്ള ആരോഗ്യമുള്ള വ്യക്തി കൊട്ടാരത്തിൽ വന്ന ഉടനെ പട്ടാളത്തിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുമെന്ന എന്ന് പറഞ്ഞാൽ ഒരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർക്കും. ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും ശൂരന്മാർ, എല്ലാം BTH, BD, MDiv, MDH, റിസർച്ച്, പിന്നെ ഡോക്ടറേറ്റ്, എല്ലാവരും മിടുക്കന്മാരാ. ഒറ്റയൊരെണ്ണം കുറഞ്ഞ ആൾക്കാർ ഒന്നുമില്ല. എല്ലാം ഡോയും റവയൊക്കെയാ. നല്ല കാര്യം, ഇനി അങ്ങനെ ഉണ്ടാകട്ടെ. എല്ലാം മിടുക്കന്മാരാ. പക്ഷെ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവരെല്ലാം പുറകോട്ട് ഓടി. ഓടാൻ കാരണം, വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് ഓടാൻ കാരണം പേടിച്ചിട്ട് ഓടിയതല്ല. അതിന്റെ കാരണം ഇസ്രായേലി പണ്ട് ഫെലിസ്ത്യരൊരു തന്ത്രം ഉണ്ടാക്കി. തന്ത്രം ഇതാ. ഇസ്രായേലിന്റെ ഒരു വിശേഷത, ഇസ്രായേലി കൊല്ലന്മാരുടെ അയ്യരുകളിയാ. എമ്പടി കൊല്ലനുണ്ട്. അപ്പം ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ഇവർ ഈ യുദ്ധത്തിൽ ജയമെടുക്കാൻ കാര്യമെന്നാ. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി. അവര് കൊല്ലന്മാരുള്ളത് കൊണ്ട്, അതെന്നാ, കൊല്ലനുള്ളത് കൊണ്ട് ആയുധത്തിന് പഞ്ഞമില്ല. ആയുധത്തിന് പഞ്ഞമില്ലാത്തതിനാൽ ഇവർക്ക് യുദ്ധത്തിൽ എപ്പോഴും ജയം. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലെ കൊല്ലനെയെല്ലാം ഒതുക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഇപ്പൊ ഇസ്രായേലിൽ ഒറ്റ കൊല്ലനില്ല. വായിച്ചേ 13:19 വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ ഒരൊറ്റ കൊല്ലനെ കാണാൻ. ഞാൻ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന വിരിപ്പം വിരളമല്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പ്രബന്ധവും ഉപന്യാസവും തയ്യാറാക്കുന്നവരുണ്ട്. പ്രാർത്ഥനയുടെ ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ പദം ഒക്കെ നല്ലതാ. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും? നാം പ്രാർത്ഥിക്കുമ്പോൾ ക്ലാസ്സാ. നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഒരാൾ പറഞ്ഞേടെ, എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്ക്. എങ്ങനെയും ഇരുന്ന് കസേരയിലോ താഴെയോ നിലത്തോ കയറ്റ് പായലി, എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം, അതില്ല. പുള്ളി ക്ലാസ്സാ. പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താണ് പ്രാർത്ഥന? അതൊക്കെ നല്ലതാ. പക്ഷേ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കും. വന്നിപ്പോ ഇസ്രായേലിൽ കൊല്ലനില്ല. വായിച്ചേ 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. മഴയിട്ട് നോക്കി ഒരെണ്ണത്തിനെ കാണാനില്ല. അടുത്തത്, എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി. വാളും കുന്തവും ഉണ്ടാക്കരുത്, അതിനാ കൊല്ലനെ ഒതുക്കിയത്. അടുത്തത്, ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യന് ഗതികേട് നോക്കാൻ. ഇതെല്ലാം കൂടെ കെട്ടിച്ചുമ്മി പോവുക ഫെലിസ്ത്യന്റെ അടുക്കൽ. അടുത്തത്, എന്നാൽ മമ്മട്ടി, കലപ്പ, മുപ്പല്ലി എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക്. അടുത്ത വാക്യം അതാ ശ്രദ്ധ. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന് വാളുമില്ല കുന്തവുമില്ല. നിർത്തണേ. ഈ യുദ്ധം മുറുകിയപ്പോൾ ഒറ്റ ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല. കണ്ടോ?
ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ പുറകോട്ട് ഓടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല. എല്ലാം വീരന്മാരും ശൂരന്മാരുമാ. പക്ഷെ പുറകോട്ട് ഓടാൻ കാര്യം ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ചുമ്മാ നിന്ന് ഗ്ലോറി വിക്ടറി, ജീസസ് വിക്ടറി എന്നൊക്കെ പറയാം. ആയുധമൊന്നുമില്ല. ഇനി എത്ര പേർക്ക് ആയുധമില്ലാത്തത് കണക്കുണ്ട്. എല്ലാം ഇപ്പൊ എടുക്കുന്നില്ല, ഏതാനും മിനിറ്റുകൾ കൊണ്ട് പ്രസംഗം നിർത്തുക. എത്ര പേർക്ക് ആയുധമില്ല? വായിച്ചേ, ന്യായാധിപന്മാർ 5:6 മുതൽ വായിര്. കണക്കുണ്ട് ഇത്ര പേർക്ക് ആയുധമില്ലെന്ന്. വായിച്ചേ, ന്യായാധിപന്മാർ 5:6 മുതൽ ഇടതുവശത്ത് താഴോട്ട്. അയ്യോ, 5:6 മുതൽ ഇടതുവശത്ത്. അനാത്തിൻ പുത്രനായ ശങ്കരൻ നാളിൽ യായേലും കാലത്തും ബാധകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടുന്ന നടന്നു. ദെബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നത് വരെ, ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. അടുത്തത് ഇസ്രായേലിന്റെ 40,000 കൂട്ടണ്ട. ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേലിന്റെ 40,000 മധ്യേ. നന്നായിട്ട് വായിക്കേ. 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. മതി. എന്നാലും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എനിക്ക് വലിയ ആശ്വാസമായിരുന്നു വായിച്ചു തന്നത്. വായിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റും. അത് എനിക്ക് അറിവുള്ളതാണ്, ഞാൻ തിരുത്തും. എനിക്ക് പറ്റിയ തെറ്റൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പണ്ട് കെ മാത്തുച്ചായനെ ഞങ്ങളെ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പം, സ്തോത്രം, ചാക്കോ എംസ്കറിയ പാസ്റ്ററും ഉണ്ട്. ചാക്കോ എംസ്കറിയ പാസ്റ്ററുടെ ഇവർ ബന്ധക്കാരാ, അതറിയാമോ? ചാക്കോ എംസ്കറിയ പാസ്റ്ററുടെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ചേട്ടത്തി അനിയത്തിയ. നമ്മുടെ പെണ്ണുക്കരി കുഞ്ഞപ്പിച്ചാന്റെ ഭാര്യ. ഒരു 3 പെണ്ണുങ്ങൾ, അതിൽ ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ. അതുകൂടെ ഒന്ന് അറിഞ്ഞു, ഞാൻ വന്നത് ഗുണമായേ. അപ്പൊ ശ്രദ്ധിച്ചേ, അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കെ മാത്തുച്ചാൻ പറഞ്ഞു, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12 വായിക്കാൻ പറഞ്ഞു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഇതാ വാക്യം. ഞാനാ പറഞ്ഞത് അതുപോലെ പറയും. ക്ഷമിക്കണം, പക്ഷെ ഞാൻ പറഞ്ഞതല്ലേ, അത് എനിക്ക് പറ്റിയ തെറ്റ് പറയണ്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് വായിച്ചു, ക്ഷമിക്കണേ. ഞാൻ വായിച്ചു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെന്നാ വാക്യം. ദൈവമേ, അച്ചായൻ പറഞ്ഞു, എഴുന്നേക്കടാ, എഴുന്നേറ്റ്. നീ ഇങ്ങനെ ഏതെങ്കിലും സഭയിൽ പോയി പ്രസംഗിച്ച പെണ്ണുങ്ങൾ നിന്നെ വെച്ചേക്കുവോ? പുള്ളിയുടെ ഭാഷയാ. ഇറങ്ങടാന്ന് പറഞ്ഞ ക്ലാസ്സിന് വെളിയിൽ. എന്നെ ഇറക്കി 100 പ്രാവശ്യം ഇമ്പോസിഷൻ. അതുകൊണ്ട് അതിനുശേഷം ഞാൻ വളരെ സൂക്ഷിച്ചേ. എന്നാലും തെറ്റ് പറ്റും. അതുകൊണ്ട് സഹോദരിമാരെ പെടുകയൊന്നും വേണ്ട. ഇത്രയും സഹോദരിമാരെന്നിട്ടും വായിക്കാൻ താല്പര്യപ്പെടുകയും വായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അവൻ നൂതന ദേവന്മാരെ വരിച്ചു. അനാത്ത് പുത്രനായ ശങ്കരൻ നാളിൽ യായാലും കാലത്ത് പാടുകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നത് വരെ, ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യ 40,000 എണ്ണത്തിന് ആയുധമില്ല. എന്റെ വാക്ക് നിർത്തുക, ബാക്കി ഭാഗം എടുക്കുന്നില്ല. ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവർ പുറകോട്ടോടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല, ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. യാക്കോബ് പറഞ്ഞത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടും. പക്ഷെ ഇവിടെ കണ്ടത്, അവൻ എതിർത്തപ്പോൾ ഇവരെല്ലാം പുറകോട്ടോടി. എന്തുകൊണ്ടാ പുറകോട്ട് ഓടിയത്? അവൻ ഒറ്റയൊരുത്തന്റെ ആയുധമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ നമ്മൾ എതിർത്ത് നിൽക്കണം. വെറുതെയല്ല, ആയുധം ധരിച്ച് എതിർത്ത് നിൽക്കണം. നമ്മുടെ ബോർഡിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. പൗലോസ് പറഞ്ഞു, ദുർദിവസങ്ങൾ വരും, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീ. സത്യം നിങ്ങളുടെ അരക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി, രക്ഷകയുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് പോരാ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയട്ടെ, അവൻ നീ എതിർത്ത് നിൽക്കണം, അവൻ നിന്നെ കണ്ടോടണം. അവൻ എതിർത്ത് നിൽക്കുമ്പോൾ നീ അവനെ കണ്ടോടരുത്. നീ അവനെ കണ്ടോടാതിരിക്കണമെങ്കിൽ, നിന്നെ കണ്ട് അവനോടണമെങ്കിൽ സർവായുധവർഗം ധരിക്കണം.
ആത്മാവിന്റെ ആയുധം ഏറ്റെടുത്തുകൊണ്ട് ആത്മശക്തിയോടെ, ആത്മബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോട് പിശാചിനെ ജയിക്കുവാൻ സകല പ്രാർത്ഥനയാല്, യാചനയാല്, ഏത് നേരത്തും ആത്മാവിൽ പോരാടി അതിനെ ജയിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്കിടയാകട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നല്ല പോരാട്ടം പോരാടിയോട്ടം ഓടിട, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിട. ഓ നല്ല പോരാട്ടം ഓ നല്ലവന്റെ പാരം പാപം തള്ളി ലക്ഷ്യം ഓടി ഓട്ടം തികയ്ക്കാം. ഭാരം ചേർന്ന് ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കെ അടക്കിയോട്. ഓ ആശ വെച്ച പന്തയപ്പ, ഓ ആശയിച്ചയൊക്കെ ചേർന്ന് പാട്. ആശ വെച്ച പന്തയപ്പരുള്ള ഭാരം പാപ തുള്ളി. ഓ ഭാരം പാപ തള്ളി. ഓ ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിട്ട് ഓ ഭീതി വേണ്ട. ഓ ഏതു നേരത്തും പിശാചിടർച്ച കൂടാരവ ശബടബലബടബല ദിരിമികബല ഭാരം പാപ ഓട്ടം തികയ്ക്കാം. ഓ ജീസസ് ദിരിമികബലബടബല ദിരിമികബലബടബല ദിരിമികബലബല കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. അല്പസമയം പതിവിന് വിപരീതമായിട്ട് അതിക്രമിച്ചെങ്കിലും പിതാക്കന്മാരും മാലാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ശുശ്രൂഷയിൽ സഹകരിച്ചു. നിങ്ങൾക്ക് നന്ദി. അവൻ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടും. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ ഓടണമെങ്കിൽ സർവായുധവർഗം ധരിച്ചു നിൽക്കാം. ആമേൻ. നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും നന്ദി.